ശ്രീഭ്യോ മഹാഗണപതയെ ശ്രീമദാംബികായ സുപ്രസുന്ദര്यै നമഃ. ലളിതോപാഖ്യാനം അഥവാ ലളിതാ ത്രിപുര സുന്ദരി ഇവിടെ ആഖ്യാനം. ഇത് യോഗവിദ്യയാണ് എന്ന് പറഞ്ഞിരുന്നു. യോഗവിദ്യയാണെന്ന്. അപ്പോ അങ്ങനെ പറയുമ്പോ അല്പമൊക്കെ യോഗ വിദ്യയെ കുറിച്ച് കേട്ട് പരിചയമുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. സ്വാഭാവികമായിട്ട് ചോദ്യം വരുമ്പോൾ ഇതിൽ ഇത്ര നേരമായിട്ട് എങ്ങനെ ചമ്രം പണിയിരിക്കണമെന്നോ ആസനത്തെക്കുറിച്ചോ പ്രാണായാമത്തെക്കുറിച്ചോ പ്രത്യാഹാരത്തെക്കുറിച്ചോ ധാരണയെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയാ മൂക്ക് പിടിക്കേണ്ടത്, ഏത് സൂര്യനാടിയാണോ ചന്ദ്രനാടിയാണോ ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ വേണമെങ്കിൽ പറയാം. ശരി, അടിസ്ഥാനപരമായിട്ട് യോഗവിദ്യയാണ്. അതൊക്കെ ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയില്ല, നമുക്ക് കാണാൻ നോക്കാം. യോഗം ഉറയ്ക്കണമെങ്കിൽ വേണ്ട ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ തോന്നുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ച് ഇന്നത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം, വിഷയത്തിലേക്ക് പ്രവേശിക്കാം. യോഗം എന്ന് പറയുമ്പോൾ ലക്ഷ്യം സമാധിയാണ്. യോഗ സമാധി, സമാധിയാണ് യോഗം എന്ന് പറയണത്. ഈ നിർവചനം നമുക്ക് തരണത് വ്യാസ ഭഗവാനാണ്, ആചാര്യ വ്യാസനാണ്, വ്യാസാചാര്യനാണ്. വ്യാസർ പാതഞ്ജല യോഗദർശനത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതിലാണ് അദ്ദേഹം യോഗ സമാധി, യോഗം എന്ന് പറഞ്ഞാൽ സമാധിയാണ് എന്ന് അവിടെയാണ് പറയണത്. അപ്പോ ആ സമാധിക്ക് രണ്ടവസ്ഥകളുണ്ട്. കാരണം ഇതില് ലളിതോപാഖ്യാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും തോറും യോഗദർശനത്തിന്റെ ഒരു ആഖ്യാന മല്ലേ കഥാരൂപത്തിലുള്ള ഒരു യോഗദർശനത്തെ കഥാരൂപത്തിൽ വർണ്ണിച്ചിരിക്കുകയല്ലേ ലളിതോപാഖ്യാനത്തിൽ എന്ന് തോന്നും. അത് തോന്നല് മാത്രമൊന്നല്ല, അത് സത്യമാണ്. അവിടെ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന സമാധി എന്ന് പറയുന്ന അവസ്ഥയെ മനോഹരമായി ഇവിടെ ത്രിപുരസുന്ദരി എന്നെല്ലാം വർണ്ണിച്ചിരിക്കുന്നു. സമാധി ഉറയ്ക്കണമെങ്കിൽ സമാധിക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. എന്തുണ്ട്? അതിന് അഭ്യാസം വേണം, വൈരാഗ്യം വേണം, തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അഭ്യാസ വൈരാഗ്യാദികളൊക്കെ അല്ലെങ്കിൽ സമാധി ഉറയ്ക്കണമെങ്കിൽ അതിന് വേണ്ട ആദ്യത്തെ ചില ചുവടുകളുണ്ട്. ആ ചുവടുകളെ മുടങ്ങാതെ ദീർഘകാലം ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഒന്ന് തലയാട്ടാൻ കൂടി മടിയുള്ള ആൾക്കാരാണെങ്കിലും അപ്പോ എന്താ പറഞ്ഞ സത് ദീർഘകാല നൈരന്തര സത്കാരാസൈവിതോ ദൃഢഭൂമി. ഇതായിരുന്നു ഞാൻ ഉദ്ധരിച്ച പ്രമാണം. അപ്പോ ഈ പ്രമാണം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പറയും ഇല്ല അത് പറഞ്ഞിട്ടില്ല, ഞാൻ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്, എവിടെയും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ലെങ്കിൽ ഇതപ്പോ പറയണു സത് ദീർഘകാല നൈരന്തര സത്കാരാസൈവിതോ ദൃഢഭൂമി. അപ്പോ യോഗം ഉറയ്ക്കണമെങ്കിൽ അതിനെ അഭ്യാസാദികളെ ദീർഘകാലം നിരന്തരം നല്ലതുപോലെ ശ്രദ്ധാഭക്തി സമന്വിതമായി കൊണ്ട് സേവിക്കണം, എന്നാലേ ഉറയ്ക്കുള്ളൂ. അപ്പോ ദേവിയുടെ കഥ ഒരു ദിവസം കേട്ടു, 4 ദിവസം ഇന്നിപ്പോ നടുവിനൊരു ചെറിയൊരു വേദന ഉണ്ട്, എന്നാ പിന്നെ യൂട്യൂബിലൊക്കെ വരുമല്ലോ, നമുക്ക് അവിടെ കാണാം. അപ്പൊ ദേവി പറഞ്ഞു ഞാൻ യൂട്യൂബ് വഴി അനുഗ്രഹം കൊടുക്കില്ല എന്നുള്ള ദേവി സ്വപ്നത്തിൽ ഒന്ന് പറയും. യൂട്യൂബിലുള്ള ഭഗവതിനല്ലല്ലോ നമ്മൾ ഉപാസിക്കുന്നത്. ശരി, അപ്പോ ഇത് ലോകത്തിനൊരു ഉപകാരം ആയിക്കോട്ടെ ചെയ്യാണ് ആ ഒരു ആത്മഹത്യ വിട്ടത്. ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് അത് മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉദ്ദേശമല്ല. അപ്പൊ ഏതായാലും ദീർഘകാലം നിരന്തരം സത്കാരപൂർവ്വം സേവിക്കണം എന്ന കാര്യം നല്ലതുപോലെ എപ്പോഴും ഓർമ്മയുണ്ടാവണം. ശരി, ഇത്രയും ആമുഖം. നമ്മൾ 4ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4ാമത്തെ അധ്യായം. 3ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിന്റെ എന്താണ് പാപം, പാപകർമ്മങ്ങൾ, പലതരത്തിലുള്ള പാപങ്ങൾ, അതിന്റെ പ്രായശ്ചിത്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിൽ പല കാര്യങ്ങൾ രൂക്ഷമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മഥിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനിടയിൽ 1-2 ചോദ്യങ്ങളൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്.
റെലവന്റ് ആയ ചോദ്യങ്ങളാണ് എന്ന് ഇത് പറയുന്നതിനിടയിൽ തോന്നുകയാണെങ്കിൽ ഞാനത് റെഫർ ചെയ്യാൻ പറയാം, ഇല്ലെങ്കിൽ അത് അടുത്തൊരു അവസരത്തിൽ പറയാം. ശരി, 4-ാമത്തെ അധ്യായം. ഇതിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അത് ചൊല്ലി അയക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഒരു വാക്കും തരുന്നില്ല. 2 പ്രാവശ്യം പറഞ്ഞിട്ട് പാലിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു വാക്കും പറയുന്നില്ല. എപ്പോഴെങ്കിലും കിട്ടും. ശരി, അപ്പോ 4-ാമത്തെ അധ്യായം കയ്യിലെടുത്തോളൂ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. കാണാൻ മുതല് ഇന്ദ്രേണ ബൃഹസ്പതിം പ്രതി സ്വീയ ദൗർഭാഗ്യ പ്രതികാര പ്രശ്ന. അപ്പോ ഇന്ദ്രൻ ബൃഹസ്പതിയോട് തന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്ന അതിനുള്ള പ്രതിവിധികളൊക്കെയാണ് ചോദിക്കുന്നത്. ശരി, തനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആരംഭിക്കാം. ഓം. ഇന്ദ്ര ഉവാച ഭഗവൻ സർവധർമ്മജ്ഞ ത്രികാലജ്ഞാന വിത്തമ ദുഷ്കൃതം ച പ്രതീകാരം ഭവതാ സമ്യഗീരിതം കേന കർമ്മ വിപാകേന മമാപദിയമാഗത പ്രായശ്ചിത്തം ച കിം തസ്യ വദസ്വ വദദാംബര. ഭഗവൻ സർവധർമ്മജ്ഞ ത്രികാലജ്ഞാനവിത്തമ, ത്രികാലജ്ഞാനിയായ അല്ലയോ എൻ്റെ പ്രിയ ഗുരുനാഥ. ഹേ ഭഗവൻ, എല്ലാ ധർമ്മത്തിന്റെയും രഹസ്യമറിയുന്ന ഹേ ബൃഹസ്പതി. ദുഷ്കൃതം ച പ്രതീകാരം ഭവതാ സമ്യകീരിതം. അതായത് എന്തൊക്കെയാണോ മഹാപാപങ്ങളും പാതകങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നും അത് ചെയ്താൽ ഉണ്ടാകുന്ന അതിനുള്ള പ്രായശ്ചിത്തം എന്തൊക്കെയാണെന്ന് ഭവതാ സമ്യകീരിതം അങ്ങ് എനിക്ക് നല്ലതുപോലെ പറഞ്ഞു തന്നു. കേന കർമ്മ വിപാകേന മമാപതി യമാഗത പ്രായശ്ചിത്തം ച കിം തസ്യ വദസ്വദാംബര. അപ്പോ ദുഷ്കൃതങ്ങൾ എന്തൊക്കെയാണ്, ഈ പാപം, അതിന്റെ പ്രായശ്ചിത്തൊക്കെ എനിക്ക് പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എനിക്ക് എന്താ പറ്റിയത്? അതാണല്ലോ നമുക്കൊക്കെ അറിയാത്തൊരു കാര്യമാണല്ലോ, നമ്മുടെയൊക്കെ ഒരു സംശയമാണല്ലോ. നമുക്ക് വേണ്ടിയാണ് ഇവിടെ ഇന്ദ്രൻ ബൃഹസ്പതി. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്പിളി, എന്റെ മുമ്പിൽ ഇരിക്കുന്ന അഞ്ജന, ആതിര, എന്താണ് പിന്നെ അമ്പിളി, അംബികാദേവി, അനിൽകുമാർ, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരുടെ പൊതുവായിട്ടുള്ള പേരെന്താ അറിയോ? ഇന്ദ്രണ്ണ. ഇവരുടെ പൊതുവായ പേരാണ് ഇന്ദ്രൻ. നിങ്ങളാണ് ഇന്ദ്രന്മാര്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താന്നുള്ളത്. അതായത് ചോദിക്കുകയാണ്, എനിക്കിപ്പോ എന്താ പറ്റിയത്? ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ? കേന കർമ്മ വിഭാഗേന മമാപതി യമാഗത. ഞാൻ ചെയ്ത ഏത് കർമ്മ വിഭാഗം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഇനി അതിനുള്ള പ്രായശ്ചിത്തം കിം തസ്യ. ഇനി ഞാൻ എന്ത് പ്രായശ്ചിത്ത ചെയ്യേണ്ടോളി? ഞാൻ എന്ത് പ്രായശ്ചിത്ത ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞു തരുവാ. ശരി, ഇവിടെ വിശേഷമായ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് നമ്മൾ ഇവിടെ കേട്ടു. കർമ്മ വിപാകം. കർമ്മ വിപാകം ഇത് നല്ലതുപോലെ, അതായത് സാധനാദികളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ഒരു ശബ്ദമാണ് കർമ്മ വിപാകം എന്നുള്ളത്. വിപാകം എന്നൊരു വാക്കുണ്ട്. പാകമാകലാണ്, പാകമാകുക. അത് മറ്റുള്ള വൈദ്യശാസ്ത്രം അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആയുർവേദത്തിൽ അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ആയുർവേദത്തിന്. ഇന്ന ദ്രവ്യങ്ങൾ അഗ്നിയുടെ സംയോഗത്താൽ നമ്മൾ ആഹരിച്ചു കഴിഞ്ഞാൽ അഗ്നിയുടെ സംയോഗത്താൽ അതിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി പറയും. അതിനെ വിപാകം എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ വിപാകം? കൃത്യമായ ഓരോരോ ദ്രവ്യത്തിന്റെയും അതിന്റെ അവസ്ഥ എന്താണ്, അതിന്റെ വിപാകം എന്താണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ ഇവിടെ ദ്രവ്യത്തെ കുറിച്ചല്ല, കർമ്മ വിപാകം എന്നാ പറഞ്ഞത്. കർമ്മം പാകമായ കർമ്മം അതിന്റെ ഏത് കർമ്മ വിഭാഗം കൊണ്ടാണ്? അപ്പൊ ഇവിടെ ഈ കർമ്മ വിഭാഗത്തെ, അപ്പൊ ആദ്യം കർമ്മത്തെ നമുക്ക് 3ആയി പറയണം. ഫലം തരുന്ന കർമ്മങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊരു കർമ്മത്തിനും എന്തുണ്ട്? ഫലമുണ്ട്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയാം. വിപാകം എന്ന് പറഞ്ഞാൽ അത് പാകമായപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ഫലം. മനസ്സിലായല്ലോ? ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു 10,000 ഉറുപ്പിക എടുത്ത് നിങ്ങളുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് അടുത്തുള്ള റോട്ടിൽ പാതവക്കത്ത് നിങ്ങളുടെ അച്ഛന്റെ സ്മാരകത്തിന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. ഒരു ബസ് സ്റ്റോപ്പ് പണിതു.
അപ്പൊ അവിടെ നിന്ന് മറ്റേ ആൾക്കാരൊക്കെ വന്ന് ആൾക്കാർ നല്ല വെയിലത്തൊക്കെ പോയി നിൽക്കാം. അപ്പൊ അതൊരു 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 എന്താ ഊർത്തകർമ്മമാണല്ലോ, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള കർമ്മമാണല്ലോ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും പലർക്കും ഉപകാരം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഫലം നിങ്ങൾക്ക് ഇപ്പൊ എപ്പോഴാണ് കിട്ടേണ്ടത്? ഞാൻ ആ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയായി, ഇന്നേ വരെ എനിക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടിയിട്ടില്ല കേട്ടോ, ഒരു ഫലം കിട്ടിയിട്ടില്ല. ഞാൻ ആ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ഈശ്വരനും ഇന്നെ അനുഗ്രഹിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പൊ അപ്പൊ ഞാനൊരു എന്താ പറയാ ഒരു മാങ്ങയുടെ അണ്ടി ഞാൻ കൊണ്ട് നട്ടു. ഇന്നേ വരെ നോക്കൂ, ഞാൻ ആ മാങ്ങയുടെ അണ്ടി നട്ടിട്ട് ഇന്നേക്ക് 41 ദിവസമായി. ഇന്നേ വരെ ഒരു മാങ്ങ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ അപ്പോ വിപാകം എന്നുണ്ട്, അത് പാകമാകുവാനുള്ള സമയം കൊടുക്കണം. കർമ്മവും അങ്ങനെ തന്നെയാണ്. കർമ്മത്തിന് പാകമാകാനുള്ള സമയമുണ്ട്. അപ്പോ ആ 3 തരത്തിൽ പറയും ഈ കർമ്മത്തെ. അതിന്റെ ഫലം നമ്മിലേക്ക് വരുന്നത് സഞ്ചിതം. അത് സഞ്ചിതം എന്ന് പറയും, പ്രാരബ്ധം എന്ന് പറയും, ആഗമം എന്ന് പറയും, ആഗമം എന്നൊക്കെ പറയും. അതായത് സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോഴും സമ്പാദിച്ചു കൂട്ടുന്ന കുറെ വേണ്ടാത്ത കർമ്മഫലങ്ങൾ ഉണ്ടല്ലോ അല്ലെ. മനസ്സിലായി? ഒരു കാര്യമില്ലാണ്ടും ഒരാളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ രണ്ട് പരദോഷം പറയാ, ഇതൊക്കെ ഒരു രസമല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ, അത് ഇത്ര പറയാനുള്ളത്. അത് അപ്പൊ എന്തായി, അതൊക്കെ അങ്ങനെ കൂട്ടി എന്താ നമ്മളിങ്ങനെ പുറത്ത് ഭാണ്ഡക്കെട്ട് കൂട്ടുന്ന മാതിരി ഭാണ്ഡം അങ്ങനെ കൂട്ടി വരും. എന്നാലോ അതിന്റെ ഫലമൊന്നും നമുക്കിതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. കൂട്ടി വെച്ചിട്ടുള്ളത് സഞ്ചിതം എന്തിനല്ലേ കൂട്ടി വെച്ചിട്ടുള്ളത് സമ്പാദ്യങ്ങളാ. രണ്ട് പ്രാരബ്ധ. ആ സഞ്ചിതത്തിൽ നിന്ന് കുറച്ചായിട്ട് ഈ കർമ്മത്തിന്റെ ഫലത്തെ തരുന്ന ഈശ്വരൻ ഇങ്ങനെ കുറച്ചായിട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങി. അതിന് ചെറിയൊരു ഓട്ടട്ടു. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടി തുടങ്ങി, പലങ്ങുമായിട്ട് അപ്പൊ കിട്ടി തുടങ്ങി. അപ്പൊ പ്രാരബ്ധായി. അപ്പൊ ആദ്യം സഞ്ചിതായി, രണ്ട് പ്രാരബ്ധായി, മൂന്നും ഇപ്പോഴോ അതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നന്നായോ? ഇല്ല, ഞാൻ വീണ്ടും സമ്പാദിക്കുന്നുണ്ട്. ഏത്? മനസ്സിലായി? അപ്പൊ അത് ആകാമം. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിൽ പാകമായി നമ്മെ തേടി വരുവാൻ തയ്യാറായിട്ടുള്ള കർമ്മഫലം, മനസ്സിലായോ? കർമ്മ വിപാകം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ, വ്യാഖ്യാനിച്ചു പോകണമെങ്കിൽ ഒരുപാട് പോണം, പക്ഷെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ശരി. അപ്പൊ കേന കർമ്മ വിപാകേന, ഏത് കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് എന്താ പറ്റിയത്? എന്റെ ഈ ഐശ്വര്യം പോയി, ഞാൻ ഇങ്ങനെ തലയും വാലിലാണ് നടക്കുകയാണ്, എന്റെ നാട്ടിൽ നിന്ന് എല്ലാവരും ഓടിപ്പോയി. ശരി, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അതൊന്ന് ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം. ശരി. ബൃഹസ്പതിരുവാച കശ്യപസ്യ സുതോ ജജ്ഞേ ദിത്യാം ധനുരിതി സ്മൃതഃ കന്യാ രൂപവതി നാമ ധാത്രേ താം പ്രദദൗ പിതാ തസ്യാ പുത്രസ്തതോ ജാതോ വിശ്വരൂപോ മഹാദ്യുതിഃ നാരായണ പരോ നിത്യം വേദാംഗപാരഗഃ തതോ ദൈത്യേശ്വരോ വവ്രേ ഭൃഗുപുത്രം പുരോഹിതം ഭവാനപി കൃതോ രാജ്യേ ദേവാനാമപി വാസവഃ ഭവതാ സഹദേവൈസ്തു പൗരോഹിത്യാർത്ഥമാദരാത് പ്രാർത്ഥിതോ വിശ്വരൂപസ്തു ബഭൂവ തപതാംബര. അപ്പോ ഇതെല്ലാം ചോദിച്ചപ്പോ ബൃഹസ്പതി അങ്ങനെയാണല്ലോ. നമ്മളും ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാൻ ചോദിക്കില്ലേ, എന്റെ ഗുരുവായൂരപ്പ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ കൊണ്ടത് അനുഭവിപ്പിക്കുന്നു? ഇനി എത്ര പുണ്യാളൊന്നല്ല, ഒരു മിനിറ്റ് സ്വസ്ഥമായിട്ട് അവിടെ ഒന്ന് ആലോചിക്കൂ. അപ്പോ നമ്മളോട് ഈശാവാസ്യ ഉപനിഷത്തിൽ അല്ലെങ്കിൽ യജുർവേദത്തിൽ അവസാനത്തെ ഭാഗത്ത് അവസാന കാലത്ത് ഇങ്ങനെ വലിച്ചു കിടക്കുമല്ലോ. അപ്പൊ മക്കളിപ്പോ വരും, ഓസ്ട്രേലിയയിൽ നിന്ന് മകൻ വരും എന്നൊക്കെ വിചാരിച്ചിരിക്കല്ലോ. ഒരു മകൻ വരാനില്ല, ഒരു പാടിലുണ്ടാവും. മറ്റേ ന്യൂസിലൻഡിൽ നിന്ന് ഇയാൾ വരും എന്നൊക്കെ വിചാരിക്കല്ലോ. അവന് ആരും ഉണ്ടാവില്ലേ, വെള്ളം തരാൻ അതിന്റെ ഹോം നേഴ്സ് ഉണ്ടാവും. അപ്പൊ ഹോം നേഴ്സിനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ അവസാനത്തെ വലിയ വലിച്ചിട്ട്. ആ സമയത്ത് മറ്റേ ഋഷി പറയണം, അല്ലെങ്കിൽ വേദം പറയണം, ഹേ കൃതം സ്മര, അല്ലയോ പുണ്യവാനെ ഇത്രയും കാലം ചെയ്തൊക്കെ ആലോചിച്ചോളാൻ. അത് വല്ലാത്തൊരു പറച്ചിലായി പോയി. ഇത്രയും കാലം ചെയ്തൊക്കെ പറഞ്ഞെങ്കിൽ മര്യാദയ്ക്ക് മരിച്ചു പോകാൻ പറ്റുവാ?
അപ്പോ അപ്പോ എന്തായി, ഊർധ്വൻ വലിക്കുന്ന സമയത്ത് പോലും ഇത്രയും കാലം ചെയ്തതിനെ കുറിച്ച് കൃതം സ്മര, എന്താണോ ചെയ്തു വെച്ചത് അതിനെ കുറിച്ച് ആലോചിക്കാൻ. അപ്പൊ ചെയ്തു വെച്ചതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉത്സാഹത്തോടു കൂടി അടുത്ത യാത്രയ്ക്ക് പ്രാപ്തമാകുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ വേണം ചെയ്തു വെക്കാൻ. മനസ്സിലായി? നമ്മളും ആലോചിക്കില്ല അല്ലെ, ഈശ്വര എങ്ങനെയെങ്കിലും അത് പോയി കിട്ടിയാൽ മതിയായിരുന്നു, ഓർമ്മ പോയപ്പോ ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ശരി, അപ്പോ ഇവിടെ ബൃഹസ്പതി ഇന്ദ്രനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ദ്ര, ഞാൻ നിനക്ക് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോവാ, ഞാൻ പറഞ്ഞു കേക്ക്. പണ്ട് കശ്യപസ്യ സുതോജിജ്ഞേ ദിത്യാം, കശ്യപന് ദിതി എന്ന് പറയുന്ന തന്റെ ഭാര്യയിൽ ധനു എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായി. ഒരു കഥയാ. കശ്യപന് തന്റെ ദിതി എന്ന ഭാര്യയില് ധനു എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായി. ഈ ധനുവിന് ഒരു പുത്രി ഉണ്ടായി. ധനുവിന്റെ പുത്രിയുടെ പേര് രൂപവതി. ധനുവിന് രൂപവതി എന്ന് പറയുന്ന ഒരു മകള് ജനിച്ചു. ധനു തന്റെ പുത്രിയെ പ്രജാപതിക്ക് അഥവാ ബ്രഹ്മാവിന് സമർപ്പിച്ചു. തസ്യാഹ പുത്രസ്തതോ ജാതോ വിശ്വരൂപോ മഹാദ്യുതിഹി. ശ്രദ്ധിക്കണേ, തസ്യാഹ പുത്രസ്തതോ ജാതോ വിശ്വരൂപോ മഹാദ്യുതിഹി. ബ്രഹ്മാവിന് ആരിൽ? ധനുവിന്റെ പുത്രിയായിട്ടുള്ള വിശ്വരൂപയിൽ തേജസ്വിയായ നാരായണ, വിശ്വരൂപോ മഹാദിതി നാരായണ പരോനിത്യം വേദവേദാംഗ പാരകഃ. അതില് ധനുവിന്റെ രൂപവതി എന്ന് പറയുന്ന കന്യാ രൂപവതിയിൽ ബ്രഹ്മാവിന് ഒരു പുത്രൻ ജനിച്ചു. ബ്രഹ്മാവിന് പുത്രൻ ജനിച്ചു. പുത്രന്റെ പേര് വിശ്വരൂപൻ. ബ്രഹ്മാവിന്റെ പുത്രനാണ് വിശ്വരൂപൻ. ആ വിശ്വരൂപനാകട്ടെ അമിത തേജസ്വിയായ വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചു. നാരായണ പരോനിത്യം വേദവേദാംഗപാരകഃ. ആ വിശ്വരൂപൻ എന്ന് പറയുന്ന പുത്രൻ എങ്ങനെയായിരുന്നു? സദാസമയം നാരായണ വിചാരമുള്ളവനും വേദാംഗങ്ങളുടെ മറുകര കണ്ടവനുമായിരുന്നു വിശ്വരൂപൻ. ഇത് തിരിച്ചൊന്ന് പഠിക്കണം. വിശ്വരൂപൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. വിശ്വരൂപൻ, രൂപം എന്ന് പറയുമ്പോൾ അതിന് സൗന്ദര്യം എന്ന അർത്ഥമുണ്ട്. രൂപത്തിന് സൗന്ദര്യം എന്ന അർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശരി, സൗന്ദര്യം എന്നൊരർത്ഥം എടുക്കുക. സമസ്ത വിശ്വത്തിന്റെയും എല്ലാവിധ സൗന്ദര്യവും നിറഞ്ഞിരിക്കുന്ന സ്വരൂപമാണ്, ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു അവതാരമാണ് വിശ്വരൂപൻ. ബ്രഹ്മാവിന്റെ പുത്രനാണ്. എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിന് ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. അപ്പോ അങ്ങനെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞ ഒരു വ്യക്തിയായി തീരണമെങ്കിൽ അതിന് കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ പറഞ്ഞത്? 3 കണ്ടീഷനാ, അല്ലെങ്കിൽ 2 കണ്ടീഷൻ. വേദവേദാംഗ പാരകനാകണം, സദാ നാരായണനെ സ്മരിക്കുന്നവനാകണം. മനസ്സിലായി? സദാ നാരായണനെ സ്മരിക്കുന്നവനുമായിരിക്കണം. വേദവേദാംഗ പാരകനുമായാൽ അവൻ ആരായി മാറുന്നു? വിശ്വരൂപനായി മാറുന്നു. വിശ്വരൂപത്വം എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും എല്ലാം ഒരുപോലെയുള്ള അവകാശവുമാണ്. നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. കാരണം ഞാനും നിങ്ങളും ബ്രഹ്മാവിന്റെ മക്കളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ മക്കളല്ലാത്ത ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ശരി, അപ്പോ അത് പറഞ്ഞർത്ഥം നമുക്കും വിശ്വരൂപന്മാരാവാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചു വായിച്ചാൽ മനസ്സിലാവും. ശരി, തതോ ദൈത്യേശ്വരോ വവ്രേ ഭൃഗുപുത്രം പുരോഹിതം ഭവാനഭികൃതോ രാജ്യേ ദേവാനാമപി വാസവഃ. എന്നിട്ട് അടുത്ത ഭാഗം പറയാണ്. എന്നിട്ട് ദൈത്യന്മാരുടെ രാജാവായിട്ടുള്ള ധനു എന്ത് ചെയ്തു? ഭൃഗുവിന്റെ പുത്രനെ ദൈത്യന്മാരുടെ പുരോഹിതനായി നിയമിച്ചു. ഭൃഗുവിന്റെ പുത്രന്റെ പേരെന്താ? ശുക്രാചാര്യനാണ് ദൈത്യന്മാരുടെ ആചാര്യൻ എന്ന് മറന്നുപോകരുത്. ഈ പുരാണങ്ങൾക്ക് ചില കഥകൾ കുറച്ചേ പറയുള്ളൂ. അത് മറ്റു പുരാണങ്ങളും ചേർത്ത് വെച്ച് വേണം നമുക്കതിനെ ചിലപ്പോൾ വ്യാഖ്യാനിക്കുവാൻ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ശരി,
അപ്പോ ഭൃഗുവിന്റെ പുത്രനായിട്ടുള്ള ശുക്രാചാര്യരെ ആര് ധനു തന്റെ അല്ലെങ്കിൽ ദൈത്യന്മാരുടെ ആചാര്യനായി നിയമിച്ചു. ഭവാനപി കൃതോ രാജ്യേ ദേവാനാമപി വാസവഃ. ഹേ ഇന്ദ്ര, നീ എന്ത് ചെയ്തു? ദേവന്മാർക്കും വേണമല്ലോ ഒരു പുരോഹിതൻ. അങ്ങനെ അങ്ങനെ അത് ആലോചിച്ച് നീ എന്ത് ചെയ്തു? ഭവതാ സഹദേവൈസ്തു പൗരോഹിത്യാർത്ഥമാദരാത് പ്രാർത്ഥിതോ വിശ്വരൂപസ്തു ബഭൂവ തപതാംബരഃ. നീ എന്ത് ചെയ്തു? ബ്രഹ്മാവിന്റെ പുത്രനായ വിശ്വരൂപനെ ദേവന്മാരുടെ പുരോഹിതനായി നിയമിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തോട് ചെന്ന് പ്രാർത്ഥിച്ചു. ഈ വിശ്വരൂപൻ ശരിക്കും ആരാ? വിശ്വരൂപന്റെ അമ്മ ആരാ? ദൈത്യസ്ത്രീയാണ്. മനസ്സിലായി? വിശ്വരൂപന്റെ ഇതിന്റെ കുരിഷ്ട് കിടക്കുന്ന പടിയാണ്. അസുരന്മാരുടെ പുരോഹിതൻ ആരാണ്? ഭൃഗുവിന്റെ പുത്രനായിട്ടുള്ള ശുക്രാചാര്യൻ. അത് അസുര ഗുരുവാണ്. ശരി, ദേവന്മാരുടെ ആരാം? അപ്പൊ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഗുരുസ്ഥാനം പാർക്കാണുള്ളത്? ഏതാണ്ട് ഒരേ മറ്റുള്ള ആൾക്കാർക്കാണ്. ആണേ, ദൈത്യന്മാരുടെ പരമ്പരയാണ് വിശ്വരൂപൻ. അതാണ് ദേവന്മാരുടെ പുരോഹിതനായത്. അപ്പോ ഇവിടെ ശുക്രാചാര്യർ അസുരന്മാരുടെയും. ശരി, സ്വശ്രീയോ ദാനവാനാം തു ദേവാനാം ച പുരോഹിതഃ നാത്യർത്ഥമകരോദ്വൈരം ദൈത്യേഷ്വപി മഹാതപാഃ ബഭൂവസ്തുല്യബലൗ തദാ ദൈത്യേന്ദ്രവാസവൗ തതസ്ത്വം കുപിതോ രാജൻ സ്വശ്രീയം ദാനവേശിതുഃ. അതായത് സ്വശ്രീയോ ദാനവാന്തു ദേവാനാഞ്ച പുരോഹിതഃ മഹാതപാഃ സ്വശ്രീയഃ. മഹാതപസ്വിയായ ദാനവനായിട്ടുള്ള ദാനവന്മാരുടെ മരുമകൻ ആണല്ലോ അല്ലേ വിശ്വരൂപൻ? ആരാം? ദൈത്യന്മാരുടെ മരുമകനാണ്, ശേഷാരനാണ്. ശരി, ആ മരുമകൻ ദേവാനാം പുരോഹിത, ദേവന്മാരുടെ പുരോഹിതനായി ദൈത്യേഷു അപി അത്യർത്ഥം വൈരം ന അകരോത്. അപ്പോ ഈ ദൈത്യന്മാരുടെ മരുമകനായ വിശ്വരൂപൻ ദേവന്മാരുടെ പുരോഹിതനായി. അതിന്റെ ഫലമായി എന്തുണ്ടായി? ഈ പുരോഹിതന് ദൈത്യന്മാരോട് വൈരവും പകയൊന്നും ഉണ്ടായില്ല. ദേവേന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്താ? അസുരന്മാരുടെ മൂക്കത്ത് തൂട്ടുക എന്നുള്ളതാണ്. ഈ പുരോഹിതൻ സമ്മതിക്കുന്നില്ല. പുരോഹിതന്റെ പാരമ്പര്യം എന്താ? പുരോഹിതന്റെ നമ്മുടെ വീട്ടുകാരാണല്ലോ ദൈത്യന്മാര്. പുരം ചെയ്തില്ല. ശരി, തഥാ ദൈത്യേന്ദ്രവാസവൗ തുല്യ ബലൗ ബഭൂവതുഹു. അപ്പോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ദൈത്യന്മാർക്കും ദേവന്മാരുടെയും ബലം തുല്യമായി. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് ദൈത്യന്മാരുടെയും ദേവന്മാരുടെയും ബലം തുല്യമായത്? രണ്ടുപേരുടെയും ഗുരുക്കന്മാർ ഒരേ പാരമ്പര്യത്തിലുള്ളവരായിരുന്നു. ഈ രണ്ടുപേരും പരസ്പരം വിരോധിക്കുവാൻ ഇഷ്ടവും ഉള്ളവരായിരുന്നില്ല. മനസ്സിലായി? ശരി ശരി. അപ്പോ സംഭവിച്ചത് എന്താണെന്നറിയോ? തതസ്ഥം കുപിതോ രാജൻ സ്വശ്രീയം ദാനവേശിതുഹു ഹന്തുമിച്ചൻ നഗാശ്ചാശു തപസ സാധനം വനം. ഇത് കണ്ട് ഇന്ദ്രന് സഹിക്കുന്നില്ല. അസുരന്മാരോട് വിരോധമില്ലാത്ത ഒരുത്തനോ എന്റെ പുരോഹിതൻ, ദൈത്യന്മാരുടെ പുരോഹിതൻ, കഷ്ടം. ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാ? ദൈത്യന്മാരെ ഇല്ലാണ്ടാക്കാനാണ്, ദൈത്യന്മാരെ ആക്രമിക്കാനാണ്. അപ്പൊ എന്റെ പുരോഹിതൻ മറ്റേ ദൈത്യന്മാരെ ഒന്നും ചെയ്യില്ല, സമമായി കാണുന്നൊക്കെ പറഞ്ഞാൽ വാസവന് അഥവാ ഇന്ദ്രന് കോപം വന്നു. ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പുറപ്പെട്ടു? ഇന്നത്തെ ആൾക്കാർ ചെയ്യണ പോലെ തന്നെ ഗുരുനാഥന്റെ തലവട്ടം തീരുമാനിച്ചു. ഗുരുനാഥനെ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിന് വേണ്ടി കാട്ടിൽ പോയി. ശരി, അവിടെ എത്തി നിൽക്കാം നമുക്ക്. നോക്കൂ, ഹന്തുമിച്ഛന്നഗസ്നഗാശ്ചാശു തപസസാധനം വനം തമാസനസ്ഥം മുനിഭിഃ ത്രിശൃംഗമിവ പർവതം ത്രയീ മുഖരദിഗ്ഭാഗം ബ്രഹ്മാനന്ദൈകനിഷ്ഠിതം സർവഭൂതഹിതം തം തു മത്വാരേരനുകൂലിനം ശിരാംസി യൗഗപദ്യേന ഛിന്നാന്യസ്യ ത്വയൈവ തോ തേന പാപേന സംയുക്ത
പീഡിതശ്ച മുഹുർമുഹു. ശരി. അപ്പോ എന്താ പറഞ്ഞത്? ഇദ്ദേഹം ഗുരുനാഥനായിട്ടുള്ള വിശ്വരൂപനെ വധിക്കുവാൻ വേണ്ടി ഇന്ദ്രൻ കാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെയായിരുന്നു ആര്? തന്റെ ഗുരുനാഥനായിട്ടുള്ള പുരോഹിതനായിട്ടുള്ള വിശ്വരൂപൻ തപസ് ചെയ്തിരുന്നത്. ആ വിശ്വരൂപന് പ്രത്യേകത ഉണ്ട്. വിശ്വരൂപൻ 3 തലകളുള്ളവരായി. 3 തല ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് ഭാഗവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഉദാഹരണം ഇവിടെ അല്ലെങ്കിൽ ലക്ഷണം ഇവിടെ പറയുന്നുണ്ട്. ശരി, ഇവിടെ പറയണം മുനിഭിഹി സഹ ആസനസ്ഥം, മുനിമാരോടുകൂടി സ്വസ്ഥമായി അസ്വസ്ഥനായി ഇരുന്ന് ത്രിശൃംഗം പർവ്വതം ഇവ സ്ഥിതം, 3 കൊടുമുടികളോട് കൂടിയ പർവ്വതത്തിന്റെ ഗാംഭീര്യത്തോടു കൂടി ഇരിക്കുന്ന വിശ്വരൂപൻ. കൊല്ലാൻ പോവാണെങ്കിലും പുരോഹിതനെയും ഗുരുനാഥനെയും കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് കേട്ടില്ലേ? അത്രയും ഗംഭീരനാണ്. 3 കൊടുമുടികളോട് കൂടിയ പർവ്വതത്തിന് സമാനമായിരിക്കുന്ന വിശ്വരൂപൻ. ത്രൈമുഖരദിഗ്ഭാഗം, അതായത് 3 മുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു. വിശ്വരൂപന്റെ 3 മുഖങ്ങളിൽ നിന്നും വരുന്ന എന്താണ്? ഋക്ക്, യജുസ്, സാമം. 3 ത്രൈ, വേദങ്ങളെ കൊണ്ട് മുഖരിതമായ മുഖമായിരുന്നു. വേദങ്ങളെ കൊണ്ട് മുഖരിതമായിരുന്നു തന്റെ ഗുരുവായ വിശ്വരൂപന്റെ മുഖം. അപ്പൊ വിശ്വരൂപന്റെ മുഖത്ത് നിന്നും പ്രവഹിക്കുന്ന വേദമന്ത്രങ്ങളെ കൊണ്ട് മുഖരിതമായിരുന്നു ദിക്കുകളെല്ലാം. ആരെയാണ് ഇല്ലാണ്ടാക്കാൻ പോകുന്നുള്ളതാണ്. ശരി, എന്നിട്ട് പറയണം ബ്രഹ്മാനന്ദൈക നിഷ്ഠിതം സർവഭൂതഹിതം തം തു, അതായത് അതായത് ഇങ്ങനെ വേദം ചൊല്ലി ഇരിക്കുന്ന മുനിമാരാൽ പരിസേവിതനായി ഇരിക്കുന്ന വിശ്വരൂപൻ എങ്ങനെയുള്ളവനായിരുന്നു? ബ്രഹ്മാനന്ദ നിഷ്ഠിതം, സദാ ബ്രഹ്മാനന്ദത്തിൽ വർത്തിക്കുന്നവനായിരുന്നു. ബ്രഹ്മാനന്ദത്തിൽ വർത്തിക്കുന്ന അങ്ങനെയുള്ള ആ വിശ്വരൂപനെ, വിശ്വരൂപൻ ആരാന്ന് മനസ്സിലായി? വിശ്വരൂപൻ എങ്ങനെയുള്ള മഹാഗുരുവായിരുന്നു എന്ന് മനസ്സിലായി. ശരി, എന്നിട്ട് പറയണ സർവഭൂതഹിതം തം, എല്ലാ ഭൂതങ്ങളുടെയും ഹിതത്തെ കാംക്ഷിക്കുന്നവനും. മനസ്സിലായോ എന്തിനാണ് വിശ്വരൂപൻ സദാസമയം വേദം ചൊല്ലിയിരുന്നുള്ളത്? സമസ്ത ലോകത്തിന്റെയും സമസ്ത ഭൂതങ്ങളുടെയും ഹിതത്തെ കാംക്ഷിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് ലളിതോപാഖ്യാനം പറയുന്നത്? വേദം ചൊല്ലണം, വേദം ചൊല്ലണം, വേദം ചൊല്ലണം, വേദം കേൾക്കണം, വേദം കേൾക്കണം, വേദം കേൾക്കണം, വേദം 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 വേദം. ശരി, അപ്പൊ അങ്ങനെയുള്ള വിശ്വരൂപനെ എന്ത് ചെയ്തു? അരേഹേ അനുകൂലിനം മത്വാ ത്വയാ ഏവ തു അസ്യ ശിരാംസി യൗഗപദ്യേന ഛിന്നാനി. അങ്ങനെയുള്ള ആ മഹാഗുരുവിനെ, തന്റെ ശത്രുവിന് അനുകൂലനാണ് ആ ഗുരു എന്ന് വിചാരിച്ച് ഹേ ഇന്ദ്ര, നീ ഒറ്റയടിക്ക് അദ്ദേഹത്തിന്റെ 3 ശിരസും വെട്ടിക്കളഞ്ഞു. ശിരാംസി യൗഗപദ്യേന ഛിന്നാന്യസ്യ ത്വയൈവ തു തേന പാപേന സംയുക്തഃ പീഡിതശ്ച മുഹുർമുഹുഃ. തേന പാപേന സംയുക്തഃ, ആ പാപത്തോടു കൂടിയവനായ നീ, മുഹുർമുഹു പീഡിതഃ ച, വീണ്ടും വീണ്ടും പീഡിതനായി, തതഃ മേരുഗുഹാം ഗത്വാ, മുഹുർമുത്വൈവതു സംയുക്ത, വീണ്ടും വീണ്ടും നീ ആ പാപത്തിന്റെ ഫലമായി പീഡിപ്പിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ഇവിടെ ഈ ഇന്ദ്രനിൽ നമ്മളുണ്ടോ, അല്ലെങ്കിൽ നമ്മളിൽ ഈ ഇന്ദ്രനുണ്ടോ എന്ന് ചിന്തിക്കുക. നമുക്ക് ആധ്യാത്മികമായാവട്ടെ ഭൗതികമായാകട്ടെ ഏതൊരു വിദ്യയും കനിഞ്ഞ് അരുളി നൽകുന്ന ഗുരു, അത് ആരോവട്ടെ അല്ലെങ്കിൽ ഈ സ്ഥാനത്തോ ആവട്ടെ, ആ ഗുരു തന്റെ ശത്രുവിന് അനുകൂലിയാണ് എന്ന് ധരിച്ച് ആ ഗുരുവിനെ ഗളച്ഛേദം ചെയ്യുക. ഗളച്ഛേദം ചെയ്യുക, വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ, അതായത് കഴുത്ത് വെട്ടി എന്ന് പറഞ്ഞാൽ പോയി കഴുത്ത് വെട്ടി എന്ന് മാത്രമല്ലല്ലോ അർത്ഥം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ശൂർപ്പണകയുടെ മൂക്കും മുലയും ഛേദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ മൂക്ക് ഛേദിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെയല്ലല്ലോ അർത്ഥം.
ഏഹ് ആ ഹിന്ദിയിൽ ഒരു പ്രയോഗമുണ്ട് നാക്ക് കാട്ടണ എന്നുള്ളത്. നാക്ക് കാട്ടണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? അപമാനിക്കുക എന്ന അർത്ഥം, മൂക്കി ചെത്തുകയെന്നല്ല, അല്ലേ? അതേമാരത്തെ അതേപോലെ തന്നെയാണ്. അപ്പൊ കഴുത്ത് വെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുക. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ദ്രന്മാരാകുമ്പോ എങ്ങനെയാണ് നമ്മെ അനുഗ്രഹിക്കുന്ന, നമുക്ക് അനുഗ്രഹമായി സദാ അനുഗ്രഹമായി വർത്തിക്കുന്ന അനുഗ്രഹ സ്ഥാനത്തെ എങ്ങനെയാണ് ഗളച്ഛേദം ചെയ്യുന്നത്? അപമാനിച്ചുകൊണ്ട്. ഏറ്റവും നല്ല വഴി, ഒരു വ്യക്തിയെ വധിക്കാൻ ഏറ്റവും നല്ല വഴി അപമാനിക്കലാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചതാണ്. ആ അതുണ്ട്. ആ സന്ദർഭം കൂടി പറഞ്ഞുതരാം. മഹാഭാരതത്തിൽ ഒരിക്കല് യുധിഷ്ഠിരൻ അർജുനനോട് കലഹത്തിന് പോയി. നീ മനഃപൂർവമാണ് കർണനെ കൊല്ലാതിരിക്കുന്നത്. കർണന്റെ മുമ്പിൽ മുപ്പരൻ ജീവൻ പോകുന്ന അവസ്ഥ എത്തി. എങ്ങനെ കഷ്ടപ്പെട്ട് ഓടി വരികയത്. അന്ന് വന്ന് ഈ എന്താ പാളയത്തിൽ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അർജുന, നീ എന്നെ കൊല്ലാൻ വേണ്ടി, മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടിയാണ് നീ കർണനെ വധിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഈ അർജുനൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഏട്ടന് വേണ്ടി ജീവൻ കളയാൻ വന്നിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണ അപ്പുറത്തൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ഇവനെ എപ്പ കൊല്ലോടാ, നന്നെ എപ്പ കൊല്ലോടാന്ന് പറഞ്ഞ അർജുനൻ, ഈ നന്നെ ഞാൻ ഇപ്പൊ കൊല്ലുമെടാ, നന്നെ ഞാൻ എപ്പ കൊല്ലോടാ, വെട്ടിക്കൊല്ലോടാന്ന് പറഞ്ഞ അർജുനൻ വാളെടുത്ത് യുധിഷ്ഠിരനെ വെട്ടാൻ ഓങ്ങി. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ചിലപ്പോ. ഇത് മഹാഭാരതത്തിലുള്ളതാ, ഞാൻ ഉണ്ടാക്കിയതല്ല. വെട്ടാൻ ഓങ്ങി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അയ്യോ കുഞ്ഞെ, അരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇടയിൽ ചാടി ചെയ്യരുത്. അപ്പൊ വാള് ഊരിയപ്പോ യുധിഷ്ഠിരന് പോയി, ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അങ്ങനെയാണല്ലോ. അപ്പോ അയ്യോ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ, എനിക്ക് തെറ്റി പറ്റിയതാ, ഞാൻ അങ്ങനെ നല്ല എനിക്കറിയില്ല, എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോ നല്ല കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണല്ലോ അർജുനൻ. അപ്പൊ അർജുനൻ പറഞ്ഞു, അതെ, ഞാൻ പ്രതിജ്ഞ ചെയ്തതാ, ഇവനെ കൊല്ലുന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്ത്, എനിക്ക് ഒന്നേ പറ്റൂ. ഞാൻ യുധിഷ്ഠിരനെ കൊല്ലുന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്താണ്, എനിക്ക് ഒന്നേ പറ്റൂ. അപ്പോ ഭഗവാൻ പറഞ്ഞു, എടാ കുഞ്ഞെ, ഇനി ഒരു വ്യക്തിയെ കൊല്ലാൻ കഴുത്ത് വെട്ടേണ്ട കാര്യമില്ല, അയാൾ അപമാനിച്ചാലും മതി. നീ ഇദ്ദേഹത്തെ അപമാനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് വധം കഴിഞ്ഞു. ഇതാണ് ഗുരു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ കഥ? കൃഷ്ണം വന്ദേ ജഗദ്ഗുരു നമ്മൾ വെറുതെ പറയണത്. ശരി, അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഇന്ദ്രന്മാരാകുമ്പോ എങ്ങനെയാണ് ഗുരുക്കന്മാരെ ഗളച്ഛേദം ചെയ്യാൻ എളുപ്പമുള്ള വഴി എന്താ? അപമാനിക്കാന്നുള്ളതാണ്. ശരി, അപ്പോ അതിന്റെ എന്താ ഫലമായിട്ട് ആവർത്തിച്ച് പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആര്? ഇന്ദ്രൻ. അടുത്ത ഭാഗം നോക്കാം നമുക്ക്. എന്നിട്ട് ഈ പീഡനമൊക്കെ അനുഭവിച്ച് ഈ വിദ്വാൻ എങ്ങോട്ടാ പോയി എന്നുള്ളതാണ് പറയണത്. 12ാമത്തെ ശ്ലോകം നോക്കാം. അത് സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂടാണ്ടൊന്നും ഇരിക്കില്ല. നമുക്ക് 3600 ശ്ലോകം ഉണ്ട്. ഇതിങ്ങനെ പറഞ്ഞ കുറച്ച് കൊടുത്തു. തതോ മേരുഗുഹാം ഗത്വാ ബഹൂന്യബ്ദാ സംസ്ഥിതഃ തതസ്തസ്യ വധം ശ്രുത്വാ ധാതാ തു മുനിവാക്യതഃ പുത്രശോകേന സന്തപ്സ്ത്വാം ശശാപരുഷാന്വിതഃ നിശ്രീകോ ഭവതു ക്ഷിപ്രം മമ ശാപേന വാസവഃ. തതോ, എന്നിട്ട് ഇതെല്ലാം സഹിച്ച് ഇയാൾ എവിടേക്ക് പോയി? മേരുവിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. അവിടെ കയറി ഇരുന്നു. ഇതൊന്നും കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇങ്ങനെയാണ്, അരുതാത്തത് ചെയ്താൽ പിന്നെ നമ്മൾ വെളിച്ചത്തിൽ വരാറുണ്ടോ? ഇല്ല. അരുതാത്തത് ചെയ്താൽ നമുക്ക് കണ്ണാടി പോലും നോക്കാൻ ഭയമാണ്. അപ്പൊ ഇന്ദ്രൻ ആരാണെന്ന് മനസ്സിലായി വരുന്നുണ്ട്. വേണ്ടാത്ത പണി ചെയ്ത് ഒരു ഭാഗത്ത് പോയിട്ട്, അത് ഇപ്പൊ മാത്രല്ല, കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ്. നമ്മളോട് അച്ഛനും അമ്മയും ചെയ്യരുത്, നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ എന്താ പായസത്തിന്റെ ഭരണിയോ ലഡുവിന്റെ ഭരണിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മകനോ ഓടി വന്ന്, അച്ഛൻ ഞാൻ പായസത്തിന്റെ ഭരണി പൊട്ടിച്ചു എന്ന് പറയും, ഒരു മൂലയ്ക്ക് പോയി പതുങ്ങിയിരിക്കുകയോ? അപ്പൊ കുഞ്ഞിൽ ആയിരിക്കെ തന്നെ ഒരു ഇന്ദ്രൻ നമ്മുടെ ഉള്ളിലേക്ക് എവിടേക്കൊക്കെ ഉണ്ട്. അപ്പൊ മുതിർന്നപ്പോ കുറച്ച് കൂടി. അപ്പൊ ഇന്ദ്രൻ മേരുവിന്റെ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് അടുത്ത് പറയാണ്, തസ്യവധം ശ്രുത്വാ ധാതാ തു മുനിവാക്യതഃ. മുനിമാരുടെ കയ്യിൽ നിന്നും മുനിമാരുടെ അടുത്ത് നിന്നും തന്റെ പുത്രൻ വധിക്കപ്പെട്ടു എന്ന കഥ കേട്ട ധാതാവ്, ബ്രഹ്മാവിന്റെ മകനല്ലേ ധാതാവ്,
പുത്രശോകേന സന്തപ്തസ്ത്വാം ശശാപുരുഷാന്യുത. തന്റെ പുത്രനെ വധിച്ച ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ അതിരൂക്ഷമായി ഇന്ദ്രനെ ശപിച്ചു. നിശ്രീകോ ഭവതു ക്ഷിപ്രം മമ ശാപേന വാസവം. ഹേ ഇന്ദ്ര, എന്റെ ഈ ശാപം കൊണ്ട് നീ ഉടനെ തന്നെ, ക്ഷിപ്രം അതിശീഘ്രം, ഇപ്പൊ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും കെട്ടവനായി തീരട്ടെ. ചത്തുപോട്ടെന്നല്ല പറഞ്ഞത്, ചത്തുപോട്ടെന്നല്ല പറഞ്ഞത്. കൊല്ലുന്നതിനേക്കാളും നല്ലതെന്താ? ഒരുത്തൻ പിച്ചക്കാരനായി നടക്കുന്നതാണ്. അവൻ ഓരോ ദിവസവും ചത്തുപോവാ അല്ലെ? അവൻ ഓരോ ദിവസവും മരിച്ചു പോവാ. മനസ്സിലായി? അപ്പോ നീ ഐശ്വര്യമറ്റവനായി തീരട്ടെ. ശരി, അടുത്ത് നോക്കാം. അനായകാസ്തതോ ദേവ വിഷണ്ണ ദൈത്യപീഡിതാഃ ഗത്വാ തു ബ്രഹ്മസദനം നത്വാ തദ്വൃത്തമൂചിരേ തതസ്തു ചിന്തയാമാസ തദഘസ്യ പ്രതിക്രിയാം തസ്യ പ്രതിക്രിയാം വേത്തും ന ശശാകാത്മഭൂസ്തദാ. അനായകസ്തതോ ദേവ വിഷണ്ണ ദൈത്യപീഡിത. അതായത് നായകനില്ലാത്ത അവസ്ഥയായി ആർക്ക്? ദേവന്മാർക്ക്. വലിയ ശക്തി വേണ്ട. ഇന്ദ്രന് ശക്തിയൊന്നുമില്ല. ഇന്ദ്രന് ശക്തി ഇല്ലാതായപ്പോ എന്താ, ദേവന്മാരൊക്കെ ആകെ വിഷമത്തിലായി. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ആയപ്പോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗത്വാതു ബ്രഹ്മസദനം നത്വാ തദ് വൃത്തമൂചരെ. നിവൃത്തിയില്ലാതെ ഇന്ദ്രൻ ആരുടെ അടുത്തേക്ക് തന്നെ പോയി? ബ്രഹ്മാവിന്റെ അടുത്തേക്ക്. രക്ഷിക്കണം. എന്ത് പറഞ്ഞിട്ടാ വരുന്നത്? എന്തപ്പ ഇയാൾ ചെയ്തത്? എന്റെ മകനെ വെട്ടിക്കൊന്നവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയും. മനസ്സിലായി? ഇത് നോക്കൂ, നോക്കൂ, നല്ലതുപോലെ പഠിച്ചോളൂ. ഇവിടെ ഇന്ദ്രൻ ഞാനും നിങ്ങളുമാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ കഥയെ നിങ്ങൾ സമീപിക്കാൻ. ബ്രഹ്മാവിന്റെ ഏറ്റവും വലിയ വിഭൂതിയെ വധിച്ച് ഇല്ലാതാക്കി വീണ്ടും ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോവാണ് രക്ഷിക്കണം എന്ന് പറഞ്ഞത്. നല്ലപോലെ മനനം ചെയ്യാനുള്ള ഒരു വഴി ഇട്ട് തന്നിട്ടാണ് ഞാൻ പോണത്. ശരി, എന്നിട്ട് തദ്വൃത്തം എന്നിട്ട് പറയാണ് തതസ്തു ചിന്തയാമാസ തദഗസ്യ പ്രതിക്രിയ. അപ്പോ ബ്രഹ്മാവ് കേട്ടു. ഇന്ദ്രൻ വന്നിട്ട് കരഞ്ഞു പറയാണ് എന്നെ രക്ഷിക്കണം. അപ്പൊ ഈ ബ്രഹ്മാവ് എന്ത് ചെയ്യാൻ അറിയാം? ഇരുന്ന് ആലോചിക്കുക, എന്താ അപ്പൊ ഇതിന്റെ പരിഹാരമുള്ളത്? ഓ, എത്ര സാധുവായിട്ടുള്ള ഒരു അച്ഛനാ ആലോചിച്ചു. ഇന്നത്തെ അച്ഛൻ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ മകനെ ആരെങ്കിലും ഒന്ന് ഒരു എന്താ ചെറുതായിട്ടൊന്ന് തോണ്ടിയാൽ പോലും അവൻ വന്നിട്ട് നമ്മളെ മുമ്പിൽ ഇന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കണം തന്നെ ഞാൻ എന്ന് പറയാണ്ട് അടി കൊടുക്കാന്നല്ലാതെ ഇവിടെ ബ്രഹ്മാവിന്റെ മകനെ തലവെട്ടിക്കൊന്ന ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിക്കുക, എന്താ പുതിയൊരു പ്രായച്ചിത്തം, എന്താ ഒരു പരിഹാരം? തസ്യ പ്രതിക്രിയാം വേത്തും ന ശശാകാത്മഭൂസ്തത. എത്ര ആലോചിച്ചിട്ടും അവിടെയാണ്, എത്ര ആലോചിച്ചിട്ടും ബ്രഹ്മാവിന് ഉത്തരം കിട്ടുന്നില്ല. എങ്ങനെയാണ് ഇന്ദ്രനെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്ന് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത്? പുത്രതാപം പൂർണ്ണമായും വിട്ടുമാറിയിട്ടുണ്ടാവുക. എന്നാൽ ബ്രഹ്മാവാണ്. ഇന്ദ്രൻ വന്ന് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അപ്പൊ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. അപ്പോ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലായി. താപം ദ്വേഷം ദുഃഖം ഇതെല്ലാം ശരിയായ ഉത്തരത്തിലെത്തുന്നതിന് തടസ്സമാണ്. ശരി, അടുത്ത് നോക്കാം. തതോ ദേവൈ പരിവൃതോ നാരായണമുപാഗമത് നത്വാ സ്തുത്വാ തു സർവജ്ഞ തദ്വൃത്താന്തം വ്യജിജ്ഞപത്. ഇപ്പൊ എന്താ, ദേവന്മാരോട് എല്ലാവരും കൂടിയിട്ട് എവിടേക്ക് പോയി? നാരായണന്റെ അടുത്തേക്ക് പോയി. എല്ലാത്തിനും പരിഹാരം ഒരു ക്ഷിപ്രപ്രസാദി, അല്ലെങ്കിൽ പരിഹാരങ്ങൾ അങ്ങനെ ടപ് 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 മണിമണി പോലെ പരിഹാരം. എന്തിനും പരിഹാരം. കാരണം സ്ഥിതി ആരുടെ കയ്യിലാണ്? മുപ്പര കയ്യിലാണല്ലോ. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? ചെന്ന ഉടനെ തന്നെ എനിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറയണം ആണോ പറഞ്ഞത്? അല്ല, ചെന്ന ഉടനെ നത്വാ സ്തുത്വാ, ആദ്യം തൊഴുതു, പിന്നെ സ്തുതിച്ചു. എങ്ങനെ പോലുള്ള വീഴ്ത്തുന്നത് മനസ്സിലായില്ലേ? നത്വാ സ്തുത്വാ സർവജ്ഞ വൃത്താന്തം. എന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും വിഷ്ണുവിനോട് പറഞ്ഞു.
എല്ലാ കാര്യങ്ങളും വിഷ്ണുവിനോട് പറഞ്ഞു. ശരി, ഇങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും നടക്കുന്നതല്ലേ. അതായത് ഒരു കാര്യം തീർപ്പാക്കാൻ പോകുന്ന നമ്മൾ എന്ത് ചെയ്യാം? മിലോഡ് നത്വ, അല്ലാതെ നത്വ സ്തുത്വ, മിലോഡ് യുവർ ഓണർ ആണ്. ആ ശരി, എന്നിട്ടെന്താ ഇതൊക്കെ ഈ കൊലപാതക എന്താ അവിടെ നടന്ന കാര്യമൊക്കെ അറിയാം. ഇന്ന ദിവസം രാത്രി ഇന്ന കാര്യം നടന്നു എന്ന് പറയാറുണ്ടോ? അപ്പൊ ഇതന്നെ അവിടെ നടക്കണല്ലേ. നത്വ സ്തുത്വ എല്ലാം പറഞ്ഞു കൊടുക്കണം, വ്യക്തമായി. അപ്പൊ ഇന്ത്യൻ കോടതിയും അനുസരിക്കുന്ന ലളിതവാക്യാനത്തെ തന്നെയാണ്. ശരി, 17. വിചിന്യസോപി ബഹുധാ കൃപയാ ലോകനായകഃ തദഘം തു ത്രിധാ ഭിത്വാ ത്രിഷു സ്ഥാനേഷ്വഥാർപ്പയത്. മഹാവിഷ്ണു ആകട്ടെ, ഇവിടെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങളൊക്കെ വരും, നോക്കാം. ഭഗവാൻ ഒന്ന് ആലോചിച്ചു, എന്താ അപ്പൊ ചെയ്യേണ്ടത്? ആലോചിച്ച് എങ്ങനെ ആലോചിച്ചു അറിയാം? കൃപയോടുകൂടി ആലോചിച്ചു. ഈ പോണ ഇന്ദ്രൻ ആരാ? ഞാൻ നിങ്ങളൊക്കെയാണ് ഈ പോണതേ. ഞാൻ എന്ന് പറയുന്ന ഇന്ദ്രനും എന്റെ കണ്ണ് മൂക്ക് നേക്ക് എന്ന് പറയുന്ന ദേവതകളും എല്ലാരും കൂടി ചേർന്ന്, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എല്ലാരും കൂടി ചേർന്നിട്ടാ പോണത് മഹാവിഷ്ണു അടുത്തേക്ക്. നത്വ സുത്വ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മഹാവിഷ്ണു ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇവൻ ഈ ചക്കനെ രക്ഷിക്കാൻ എന്തൊരു വഴി, എന്താ രക്ഷിക്കാൻ ഒരു മാർഗം. എന്നിട്ട് ആലോചിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ തദകം തു ത്രിധാഭിത്വാ ത്രിഷുസ്ഥാനേഷുധാർപ്പയത്. ആ കൊടിയ പാപം 3 ശിരസ്സുകൾ ചേർന്നാണല്ലോ വെട്ടിയത്, ചേർന്ന് ഗളമാണല്ലോ ഛേദിച്ചത്. അപ്പോ ആ പാപത്തെ 3ആയി ഭാഗിച്ചു. 3 ശിരസിനെ ഛേദിച്ചു. ഒറ്റ ഗളമാണ് ഛേദിച്ചെങ്കിലും 3 ശിരസ് നടത്തൽ 3 ഛേദിച്ചു. അതിനെ ആ പാപത്തെ 3ആയി ഭാഗിച്ചു. എന്നിട്ട് 3 സ്ഥാനങ്ങളിലേക്ക് അത് കൊടുത്തു. നീ എവിടേക്കാ കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുള്ള ചിരിയൊക്കെ മായും. നോക്കാം നമുക്ക്. സ്ത്രീഷു ഭൂമ്യാം ച വൃക്ഷേഷു തേഷാമപി ദദൗ വരം തദാ ഭർതൃസമായോഗം പുത്രാവാപ്തി മൃതൂഷ്വപി ഛിന്നേ പുനർഭവത്വം ച സർവേഷാമപി ശാഖിനാം ഖാദപൂർത്തിം ധരണ്യാശ്ച പ്രദദൗ മധുസൂദനഃ തേഷ്വകം പ്രബഭൂവാശു രജോ നിർയാ സമൂഷരം നിർഗതോ ഗഹ്വരാ തസ്മാ തദേന്ദ്രോ ദേവനായകഃ. 3 കൂട്ടർക്കാ ഈ പാപം ഭാഗിച്ചു കൊടുത്തത്. അത് നിങ്ങൾ തന്നെ ആലോചിച്ചോളാം. 3 കൂട്ടർക്ക് ഈ പാപം ഭാഗിച്ചു കൊടുത്തു. ആർക്കൊക്കെയാണെന്നറിയോ? സ്ത്രീകൾക്ക്. എന്റെ ഭഗവാനെ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇന്ദ്രൻ ചെയ്ത് തെറ്റിന് ഞങ്ങളെ മണ്ടയ്ക്ക് എന്തിനാ ഇടുന്നത്? ആദ്യം ഭൂമി, സ്ത്രീഷു 2 ഭൂമി, 3 എന്താണ്? വൃക്ഷങ്ങൾക്കും ഭൂമിക്കും സ്ത്രീകൾക്കുമായി ആ പാപത്തെ ഭാഗിച്ചു കൊടുത്തു. എന്നിട്ടോ ഇവരെ 3 പേരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇവരെ 3 പേരെയും സ്ത്രീകൾ അനുഗ്രഹിച്ചു, വൃക്ഷങ്ങൾ അനുഗ്രഹിച്ചു, ഭൂമിയെയും അനുഗ്രഹിച്ചു. അതെങ്ങനെയാണ് നോക്കണത്? നോക്കൂ. സ്ത്രീഷു ഭൂമ്യാം ച വൃക്ഷത്തെ തഥാ ഭർതൃസമായോഗം പുത്രവാപ്തി മൃതുഷ്വപി. അതായത് കാലം നോക്കാതെ തന്നെ ഭർത്താവുമായി സമാഗമിക്കുവാനുള്ള അനുവാദം സ്ത്രീകൾക്ക് കൊടുത്തു. അനുഗ്രഹം. കാലം നോക്കാതെ തന്നെ ഭർത്താവുമായി സമാഗമിക്കുവാനുള്ള അനുവാദവും അനുഗ്രഹവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഋതുകാലങ്ങളിൽ അഥവാ കൃത്യമായ സമയമാകുമ്പോൾ മാത്രം സന്താനങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. പുത്രവാപ്തി മൃതുഷ്വപി. അപ്പൊ എന്തായി? പുത്രൻ. അപ്പൊ ഒരു ഇതിൽ പലപ്പോഴും ഇതൊരു പൊതുവായ ക്ലാസ്സാണ്, എന്നാലും ഞാൻ പറയാണ്, പലപ്പോഴും അല്പമൊക്കെ ആധ്യാത്മികതയോട് ബന്ധമുണ്ടായി വരുന്ന വ്യക്തികൾ പലപ്പോഴും കൗടുംബിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായി പലപ്പോഴും കണ്ടുവരാറുണ്ട്. എന്നാൽ ലളിതോപാഖ്യാനം അതിനെ അനുകൂലിക്കുന്നില്ല. ലളിതോപാഖ്യാനം തന്ത്രഗ്രന്ഥം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. യോഗഗ്രന്ഥവുമാണ്, തന്ത്രഗ്രന്ഥവും കൂടിയാണ്. വൈദിക പരമ്പരയിലുള്ളതാണ്, യോഗഗ്രന്ഥമാണ്, തന്ത്രഗ്രന്ഥമാണ്. ശരി. അപ്പോ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഭാര്യയെ പെങ്ങളായി കാണുക എന്നുള്ള തമാശകളൊന്നും
ലളിതോപാഖ്യാനം പറയില്ല. മനസ്സിലായി? എന്നുള്ള തമാശകളൊന്നും ലളിതോപാഖ്യാനം പറയില്ലേ. ഭാര്യ ഭാര്യ തന്നെയാണ്. ശരി. അപ്പോ തഥാ ഭർത്തൃസമായോഗം. അപ്പോ കാലം നോക്കാതെ തന്നെ, ഇതിന്റെ വ്യാഖ്യാനാണ് പറയണത്, കാലം നോക്കാതെ തന്നെ ഭർത്താവുമായി സമാഗമിക്കുവാനുള്ള അനുഗ്രഹം സ്ത്രീക്ക് കൊടുത്തു. കാലം എത്തുമ്പോൾ മാത്രം, അല്ലെങ്കിൽ മൃദുകാലത്ത് മാത്രം സന്താനം ഉണ്ടാവുമെന്നു. ശരി, അതാണ് സ്ത്രീകൾ കൊടുത്ത അനുഗ്രഹം. അപ്പൊ ആദ്യം അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. കൊടുത്ത പാപം എന്താണെന്ന് പറഞ്ഞില്ല. കൊടുത്ത പാപം ഏത് പാപം ഏൽപ്പിച്ചെന്ന് പറഞ്ഞില്ല. ശരി. ഛിന്നേ പുനർഭവത്വം സർവേഷാം അഭിശാഖിനാം. വൃക്ഷങ്ങൾ കൊടുത്ത അനുഗ്രഹം എന്താന്ന് പറഞ്ഞാൽ, ഒരു ബ്രാഞ്ച്, അതിന്റെ ഒരു ശാഖ വെട്ടി, ഒരു മരത്തിന്റെ ഏതെങ്കിലും ശാഖ വെട്ടിയാൽ വീണ്ടും അവിടുന്ന് മുളച്ചു വരാനുള്ള അനുഗ്രഹം കൊടുത്തു. വീണ്ടും അത് മുളച്ചു വരാനുള്ള അനുഗ്രഹം കൊടുത്തു. ശരി. മൂന്നാമത് ഖാതപൂർത്തിയും ധരണ്യാശ പ്രദതവും മധുസൂദന. ഭൂമിക്ക് കൊടുത്ത അനുഗ്രഹം എന്താന്ന് പറഞ്ഞാൽ, ഒരു കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെത്താൻ നികന്നു പോവാനുള്ള അനുഗ്രഹം കൊടുത്തു. മനസ്സിലായി? ഒരു കുഴി എടുത്താൽ കാലം കൊണ്ട് അത് നികന്നു പോവാനുള്ള അനുഗ്രഹം കൊടുത്തു. ഈ അനുഗ്രഹം ഉണ്ടായിരിക്കുകയാണ് അഥർവവേദത്തിൽ ഭൂമിസൂക്തത്തിലാണ് എൻ്റെ ഓർമ്മ, നിന്റെ മർമ്മങ്ങൾ ഞങ്ങൾ ഛേദിക്കാതിരിക്കട്ടെ, ഹേ ഭൂമി നിന്റെ മർമ്മങ്ങളെ ഞങ്ങൾ ഛേദിക്കാതിരിക്കട്ടെ, നിന്നെ ഞങ്ങൾ പീഡിപ്പിക്കാതിരിക്കട്ടെ, ഹേ അമ്മേ എന്ന് പറഞ്ഞ് പറയുന്ന മന്ത്രമൊക്കെ വരുന്നുണ്ട്. ശരി ശരി. അപ്പോ ഇതാണ് 3 കൂട്ടർക്ക് അനുഗ്രഹം കൊടുത്തത്. ഇനി എന്താണ് തേശുകം പ്രബഭൂവാശു രജോനിര്യ സമൂഷരം നിർഗതോ ഗഹ്വരാ തസ്മാത് തദ്രേന്ദ്രോ ദേവനായക. ഇനി 3 കൂട്ടരും കൊടുത്ത എന്താ, ഈ പാപം ഭാഗിച്ചു കൊടുത്തല്ലോ. അപ്പൊ സ്ത്രീകൾക്ക് കൊടുത്ത ഈ പാപത്തിൽ എന്തായി മാറി? അവരിൽ ആർത്തവ രക്തമായി പരിണമിച്ചു. സ്ത്രീകളുടെ ആർത്തവ രക്തമായി പരിണമിച്ചു. ധൈര്യമായിട്ട് ഗുരുവായൂർക്ക് ബസ് കയറാൻ, നടക്കിൽ നിൽക്കുക, 4 ചീത്ത വിളിക്കുക. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ശരി. അപ്പോ ഗുരുവായൂരപ്പ, അപ്പോ ഇവിടെ സ്ത്രീകളിൽ ആർത്തവ രക്തമായിട്ടും അത് രജസ്സായിട്ടും, അതുപോലെ മരങ്ങളിൽ അത് കറയായിട്ട്, മരത്തിൽ കറ വരില്ലേ? കറ കണ്ടിട്ടില്ലേ? മരഞ്ഞി കറ എന്താന്ന് പറഞ്ഞിരിക്കോ? ഇല്ല. മരം വെട്ടിയാൽ ഉണ്ടാകുന്ന കറയായിട്ട് മരത്തിനും, അതുപോലെ ഊഹരത അഥവാ നമ്മൾ ഓര് എന്നൊക്കെ പറയില്ലേ, ഉപ്പ് എന്നൊക്കെ പറയില്ലേ, ഓര്, ഉപ്പ്, അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഊഷരത്വം ഭൂമിക്ക് കൊടുത്തു. ഊഷരത്വം എന്ന് പറഞ്ഞാൽ ഉണക്ക് എന്നൊക്കെ പറയില്ലേ, ഉണക്ക് എന്നൊരർത്ഥമുണ്ട്. അതായത് മരുഭൂമിയായി മാറുന്ന സ്വഭാവം ഉണ്ട് ഭൂമിക്ക്, ഉണ്ടോ ഇല്ലയോ? ഒന്ന്, അതൊരർത്ഥം. 2, നിങ്ങൾ ഓരോ നിലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് സമുദ്രത്തിന്റെ തീരപ്രദേശത്തുള്ള ഉപ്പ് കയറി കിടക്കുന്ന ഭൂമിക്ക് പറയുന്ന പേര് ഓരു നിലം എന്നാണ്. ഓരു നിലം, ഉപ്പ് കയറിയിട്ടുള്ള, ഉപ്പ് വെള്ളം നിറഞ്ഞ ഭൂമിക്ക് ഓരു നിലം. അപ്പൊ ആ ഉപ്പിന്റെ ആധിക്യം കൊണ്ട് ആ ഭൂമിയിൽ ഒരു വസ്തു ഉണ്ടാവില്ല. അതെന്താ? ഊഷരമല്ല, മറ്റേ ഉർവരമല്ല, ഊഷരമാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ എന്തായി? റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത ചത്ത ഭൂമി എന്നർത്ഥം. അതാണ് ഇവിടെ ഊഷരത്വം. ഇത് ഭൂമിക്ക് കൊടുത്തു, ഈ ഒരു പാപം ഭൂമിക്ക് കൊടുത്തു. അതേ സമയത്ത് നിന്റെ കുഴികളെല്ലാം നികന്നു പോട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീക്ക് എന്ത് കൊടുത്തു? ആർത്തവരക്തം കൊടുത്തു, നിനക്ക് ഭർത്തൃ സമാഗമത്തിനുള്ള അനുവാദം കൊടുത്തു. 3 വൃക്ഷങ്ങൾക്ക് കറയായി കൊടുത്തു. എന്നാൽ ശാഖ വെട്ടിയാൽ മുളച്ചു വരാനുള്ള അനുഗ്രഹം കൊടുത്തു. വ്യക്തമായി? എന്നാലും എന്റെ ഭഗവാനെ. അപ്പോ അടുത്തത് നോക്കാം. രാജ്യം ശ്രിയം ച സംപ്രാപ്ത പ്രസാദാത് പരമേഷ്ഠിനഃ. ഇതങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തപ്പോ തന്നെ ഇന്ദ്രന് വീണ്ടും എന്തായി? ഇന്ദ്രൻ പഴയ പോലെ വീര്യവാനായി, ബലവാനായി ഒക്കെയായി. നിങ്ങൾക്ക് സ്ത്രീകൾ, ഈ എന്റെ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ധൈര്യമായി പറയാം, ഇന്ദ്ര ഞങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഐശ്വര്യം, ഞങ്ങൾ അനുഭവിക്കുന്നതാണ് നിനക്ക് ഐശ്വര്യം. ശരി. തേനൈവ സാന്വിതോ ധാത ജഗാദ ച ജനാർദ്ദനം മമ ശാപോ വൃഥാ ന സ്യാത് അസ്തു കാലാന്തരേ ഹരേ. ഇവിടെയാണ് ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. ഈ പാപം ഭാഗിച്ചു കൊടുത്തു. അതോടുകൂടി ഇന്ദ്രന് ഐശ്വര്യം വീണ്ടും കിട്ടി. ഇന്ദ്രൻ ഇന്ദ്രന്റെ പാടോക്കി പോയി. പക്ഷേ ധാതാവ് ബ്രഹ്മാവ്
വിഷ്ണുവിനെ നോക്കി ഒരു നോട്ടം നോക്കി. വിഷ്ണുവിനെ നോക്കി കൊണ്ട് പറഞ്ഞു, എന്റെ ശാപം ഭഗവാനെ ഞാൻ മനസ്സുകൊണ്ട് ശപിച്ചതാണ്, അത് ഫലിക്കേണ്ട പോവില്ല കേട്ടോ. രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രനെ കൊണ്ടുവന്നത് ആരാണ്? ബ്രഹ്മാവാണ്. അപ്പോ രക്ഷയും കൊടുത്തു, മഹാവിഷ്ണു രക്ഷിച്ചു. തന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് കൊണ്ടുപോയത്. രക്ഷപ്പെടുത്തി ഇന്ദ്രൻ പോയി. ആ അനുഗ്രഹം, രക്ഷിക്കാൻ വേണ്ട അനുഗ്രഹം കൊടുത്ത നാരായണനോട് ബ്രഹ്മാവ് എന്താ പറഞ്ഞത്? ഭഗവാനെ ഞാൻ മനസ്സുകൊണ്ട് ശപിച്ച എന്റെ പാപം വെറുതെ ആവില്ല, എന്റെ ശാപം വെറുതെ ആവില്ല കേട്ടോ എന്നും പറഞ്ഞ് വിഷ്ണു, ത്രികാല എല്ലാം അറിയുന്ന വിഷ്ണു ഒന്ന് നോക്കി ചിരിച്ച് മിണ്ടാണ്ടിരുന്നു. എന്താ വരാൻ പോണ മനസ്സിലായി? ശരി. ഭഗവാൻ തദ്വച ശ്രുത്വാ ധാതുസ്ത്വമിത തേജസഃ പ്രഹൃഷ്ടോ ഭാവികാരജ്ഞ തൂഷ്ണീമേവ തദായയൗ. ധാതാവിന്റെ ആ വാക്ക് കേട്ട് അമിത തേജസ്കനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു പ്രഹിഷ്ടനായി ആനന്ദഭാവത്തോടുകൂടി എന്തൊക്കെയാണ് നടക്കാൻ, ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ച് സ്വസ്ഥമായി മൗനത്തെ വരിച്ചു. ആലോചിച്ചു. ലളിതോപാഖ്യാനത്തിന്റെ കാരണക്കാരനെ വിഷ്ണുവാണ്. ശരി ശരി. അപ്പോ ഏതാവന്തമിമം കാലം ത്രിലോകീം പാലയൻ ഭവാൻ ഐശ്വര്യമദമത്തത്വാത് കൈലാസാദ്രിമപീഠയത്. ഈ കാലത്ത് ഇത് പറയണ ആരോടാ പറയണത്? ഇത് ബൃഹസ്പതി ഇന്ദ്രനോട് പറയാണ്. ആദ്യത്തെ ഭാഗം പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഈ ഐശ്വര്യം തിരിച്ചു കിട്ടിയപ്പോ ഇന്ദ്ര ഇനി വീണ്ടും പഴയ പോലെ. എന്താ, എങ്ങനെയത്? ഐശ്വര്യമത്തത്വം, അത് കൈലാസത്തിൽ നീ കയറി ആക്രമിച്ചു. ഓർമ്മയുണ്ടോ? മറന്നു പോയത് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, കൈലാസത്തെ പോലെ വലിയ ആനയുടെ മുകളിൽ കയറി മൂപ്പര് കുതിര വലിച്ച്. ഓർമ്മ ഉണ്ടല്ലോ? അത് മറക്കരുത്. അപ്പൊ വീണ്ടും കൈലാസത്തെ നീ അപമാനിച്ചു. സർവജ്ഞേന ശിവേ നാഥ പ്രേരിതോ ഭഗവാൻ മുനിഹി ദുർവാസാസ്ത്വന്മദ ഭ്രംശം കർത്തുകാമ ശശാപഃ. അപ്പോ ഭഗവാൻ, സർവജ്ഞനായ ഭഗവാൻ ദുർവാസാവിനെ പ്രേരിപ്പിച്ച് ദുർവാസാവിനെ കൊണ്ട് നിനക്ക് ശാപവും കിട്ടി. അപ്പോ എന്തായി? ബ്രഹ്മാവ് മനസ്സിൽ വിട്ട് പറഞ്ഞത് വെറുതെ ആയില്ല. തന്നെ നിന്റെ ശാപം വിട്ടു പോകുന്നില്ല. ഏകമേവ ഫലം ജാതം. ആലോചിക്കണം. ഏകമേവ ഫലം ജാതം ഉഭയോ ശാപയോരപി അധുനാ പശ്യ നിശ്രീകം ത്രൈലോക്യം സമജായത. അതായത് പണ്ട് ഇനി ആകെ ഒരു പാപേ ചെയ്തിരുന്നുള്ളൂ, ഇപ്പോഴോ 2 പാപായി. ഇപ്പൊ രണ്ട് ശാപത്തിന്റെയും ഫലമായി നിന്റെ എല്ലാ ഐശ്വര്യം കൂടി ഇല്ലാണ്ടായി. അതുകൊണ്ടാണല്ലോ നീ അതുകൊണ്ടാണല്ലോ എന്റെ മുമ്പിൽ വന്നിരിക്കേണ്ടത്. ശരി. അതിന്റെ ഫലം നോക്കൂ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സമയം ഉണ്ടാവുക. ഇല്ല, സമയം ആയിണ്ട്, എന്നാലും നോക്കൂ. അതുകൊണ്ട് യജ്ഞ സംപ്രവർത്തന്തേ ന ദാനാനി ച വാസവ ന യമ നാപി നിയമ ന തപാംസി ച കുത്രചിത്. നീ ഐശ്വര്യം കെട്ടവനായി മാറിയപ്പോൾ ഇന്ദ്ര എന്ത് സംഭവിച്ചു? ന യജ്ഞാഹ, യജ്ഞങ്ങളില്ലാതെയായി. ആത്മാവെന്ന് പറയുന്ന സ്വത്വബോധം നഷ്ടപ്പെടുമ്പോൾ എവിടെ യജ്ഞം? ആത്മാവ് ശൂദ്രനായി മാറിയാൽ എവിടെ യജ്ഞം? അല്ലെങ്കിൽ ആവരണങ്ങൾ കൊണ്ട് മൂടിയ ആത്മാവിന് എവിടെ യജ്ഞം? യജ്ഞമില്ല. യജ്ഞം എന്ന് പറഞ്ഞാൽ ദേവപൂജയാണ്, ദാനമാണ്, സംഗതീകരണമാണ്. ശരി. ന യജ്ഞാസം പ്രവർത്തന്തേ ന ദാനാനി. യജ്ഞമില്ല, ദാനവും ലോകത്തിൽ നിന്ന് ഇല്ലാതെയായി. നയമ നാപി നിയമ. യോഗവിദ്യയാണെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോ യമവും ഇല്ല, നിയമവും ഇല്ല. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുത്തി വരുന്നുണ്ട്. ആരായിരിക്കും ഇത്? ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വരുമല്ലോ, ഭഗവതി അല്ലേ വരിക. അപ്പൊ യമവും നിയമവും ഒക്കെ ചേർത്ത് വരുന്നത് ഭഗവതിയാണെങ്കിൽ ആ ഭഗവതി ആരായിരിക്കും? യോഗവിദ്യ തന്നെ ആയിരിക്കും അല്ലേ? മനസ്സിലായോ എന്തുകൊണ്ടാ ഭഗവതി യോഗവിദ്യ എന്ന് പറഞ്ഞത്? ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ലാതെ മനസ്സിലായില്ലേ? യമങ്ങളില്ലാണ്ടായി. അപ്പൊ എന്തായി? യമം ആദ്യമായിട്ട് കേൾക്കുന്നവരോട് വേണ്ടി പറയാണ്. യമം എന്ന് പറഞ്ഞാൽ അഹിംസ. അത് പാതഞ്ജലത്തിൽ പറയും,
അഹിംസ, സത്യം, എന്താ അഹിംസ, സത്യം, അക്രോധം, അല്ല അഹിംസ, സത്യം എന്തായിരുന്നു പിന്നെ? അഹിംസ, സത്യം, മറന്നുപോയോ? അസ്തേയം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതാണ് യമം എന്ന് പറയുന്നത്. അഹിംസ നമ്മൾ അത് എന്താ വിശദീകരിക്കുന്ന കാര്യമില്ല. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട് ചെയ്യുന്ന ഹിംസ ഇല്ലാണ്ടാവാം. അഹിംസ. സത്യം, വാക്കുകൊണ്ട് മനസ്സുകൊണ്ടൊക്കെ പറയുന്ന അത് തന്നെ സത്യം. അഹിംസ, സത്യം. അസ്തേയം, മോഷ്ടിക്കാണ്ടിരിക്കുക. അത് ഈ ജന്മത്തിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അസ്തേയം, അസ്തേയം വളരെ വിസ്തരിച്ചുള്ളതാണ്. നമ്മൾ സ്തേയത്തെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ? മോഷണത്തിന്റെ മറ്റേ കാഞ്ചീപുരത്തെ കള്ളന്റെ കഥ ഓർമ്മ ഉണ്ടല്ലോ. എന്തിനതൊക്കെ ഇപ്പൊ ചെറിയ കണക്ഷൻ വരുന്നുണ്ടാ പഴയ കഥകളായിട്ട്? വെറുതെ പറഞ്ഞല്ലോ, നേരം പോക്കിന് പറഞ്ഞല്ല. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം, ഇന്ദ്രിയങ്ങളെ വേണ്ടത്ര സംയമം ചെയ്യണം. അപ്പൊ അന്യാംഗനാരതി പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഇപ്പൊ ഏടയ്ക്കോ ഒന്ന് കൂട്ടി മുട്ടുണ്ട് കേട്ടോ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അമാസിക, ലോഭം എല്ലാം കൂടെ കൂട്ടി വെക്കുക. പരിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അപരിഗ്രഹം, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, ആവശ്യമുള്ളത് സ്വീകരിക്കരുത്. ആചാര്യൻ ഇത് വെച്ചോളൂ കിട്ടുക. ആചാര്യൻ നോക്കൂ, ഇവന്റെ മനസ്സിന്റെ അവസ്ഥ എന്താ? അയ്യോ വേണ്ട കേട്ടോ, എന്റെ വയറ് നിറഞ്ഞു. അത് കഴിച്ചാണ്ടാവുന്ന ദുരിതകതേക്കാൾ നല്ലത് വേണ്ടെന്ന് വെക്കുന്നില്ലേ? ഭക്ഷണമൊക്കെ നന്നായിരിക്കും, സംഗതി ശ്രീകൃഷ്ണ ലഡുവൊക്കെ ആയിരിക്കും. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരുന്ന കൈ കുറച്ച് പ്രശ്നമാണെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കും. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നാളെ ആരെങ്കിലും ലഡു വേണമെന്ന് ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്റെ കയ്യന്റെ പ്രശ്നമാണല്ലേ എന്നാരെങ്കിലും വിചാരിച്ചു പോകും. ശരി, അപ്പോ യമം, നാപി നിയമവും ഇല്ല. നിയമം, യമം കഴിഞ്ഞു നിയമം. നിയമം പറഞ്ഞാൽ ഇത് നല്ലതുപോലെ അറിയണം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ശൗചം, ബാഹ്യ ആഭ്യന്തര ശുചിത്വം. ശൗചം യോഗം ഉറക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളായി പറയണത്. ശൗചം അഥവാ ഭഗവതിയെ സാക്ഷാത്കരിക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് പറയണത്. ശൗചം, ശരീരത്തിന്റെ ബാഹ്യമായ ശുചിത്വവും ആന്തരികമായ ശുചിത്വവും. ശൗചം. രണ്ടാമത്, എത്ര മെനക്കെട്ടാലും ഉമ്മടത്തേക്ക് വരാത്തത് എന്ത്? സന്തോഷം. സന്തോഷം, അതായത് ഒന്നാലോചിക്കുക, നമ്മളിവിടെ ഇങ്ങനെ കഥ പറയാണ്, പരമാവധി എങ്ങനെയാ ചിരിച്ചും കളിച്ചും എങ്ങനെങ്കിലൊക്കെ കേൾക്കുന്ന ആൾക്കാരുടെ ചുണ്ടിൽ ഒരു ചിരിയെങ്കിലും വരുത്താൻ വേണ്ടി പെടാപ്പാട് വിടുക. എന്ത് കേട്ടാലോ നീ ഇരിക്കുന്ന ഏടുന്ന് വരാനാ ഭഗവതി. അപ്പോ ശൗചം, സന്തോഷം. 3, തപസ്. തപസ്, നല്ലതുപോലെ തപം ചെയ്യണം. തപം എന്നൊക്കെ വഴിയെ പറയും. ശൗചം, സന്തോഷം, തപസ്. സ്വാധ്യായം, ശാസ്ത്രഗ്രന്ഥങ്ങളുടെ അധ്യയനം, വേദാന്ത ശാസ്ത്രങ്ങളുടെ അധ്യയനം. അവസാനത്തെ പറയാം ഈശ്വര പ്രണിധാനം, അൺകണ്ടീഷണൽ സറണ്ടറിങ് അൺടു ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ ലോർഡ്. ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ എന്താ, യാതൊരു നിബന്ധനകളുമില്ലാതെയുള്ള പരിപൂർണമായ സമർപ്പണം. ഇത് 5നും ചേർത്താണ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടായി. ഇന്ദ്രന്റെ ഐശ്വര്യം പോയി. ഇന്ദ്രന്റെ ഐശ്വര്യം ഇല്ലാണ്ടായപ്പോ എന്താ ഉണ്ടായത്? യജ്ഞം ഇല്ലാണ്ടായി, തപസ് ഇല്ലാണ്ടായി, ദാനം ഇല്ലാണ്ടായി, യമം ഇല്ലാണ്ടായി, നിയമം ഇല്ലാണ്ടായി, തപസ്സും ഇല്ലാണ്ടായി. വിപ്ര സർവേപി നിശ്രീക ലോഭോപഹത ചേതസഃ. വിപ്രന്മാര് ഐശ്വര്യമില്ലാത്ത, ബ്രാഹ്മണന്മാർ ഐശ്വര്യമില്ലാത്തവരായി മാറി, എന്ത് കിട്ടിയാലും മതിയാവാത്തവരായി. എന്ത് കിട്ടിയാലും ഞാൻ അടുത്ത വാക്യം പറഞ്ഞ വിവാദം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിഴുങ്ങി. കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്ത് കിട്ടിയാലും മതിയാവാത്തവരായി മാറി. ശരി. നിസ്ത്വാ ധൈര്യഹീനാശ്ച നാസ്തിക പ്രയശോഭവൻ. അതുപോലെ തന്നെ എന്തായി മാറി? ധൈര്യമില്ല. അതായത് ധൈര്യം എന്നൊക്കെ പറഞ്ഞാല് സമചിത്തത ഇല്ലായ്മ. സമചിത്തത എന്ന് പറയുന്ന അവസ്ഥയില്ല. ധൈര്യം, ഉറപ്പില്ല. നാസ്തികത്വം, നാസ്തികരായി മാറി. നാസ്തികത്വം എന്നുള്ളതിന് ഈശ്വര വിശ്വാസമില്ലാത്തവൻ എന്ന് ഒരു അർത്ഥമുണ്ട്. പക്ഷേ വൈദിക സമ്പ്രദായത്തില് നാസ്തികൻ എന്ന വാക്കിന്റെ അർത്ഥം വേദങ്ങളെ നിന്ദിക്കുന്നവൻ എന്നാണ്. നാസ്തികോ വേദ നിന്ദകഃ. വേദങ്ങളെ നിന്ദിക്കുന്നവനെയാണ് നാസ്തികൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോ നിങ്ങൾ ഈശ്വര വിശ്വാസിയാണോ അല്ലയോ? ഇത് മനുവിന്റെ വാക്യമാണ്. അതൊന്നും ഇവിടെ വിഷയമല്ല.
നിങ്ങൾ വേദങ്ങളെ നിന്ദിക്കുന്നവനാണോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായമൊക്കെ എടുത്തു വെച്ച് അതിൽ ചില ശ്ലോകങ്ങളെ കോട്ട് ചെയ്ത് വേദം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ, കണ്ടോ ഭഗവത്ഗീത അതിനപ്പുറത്തേക്ക് പോയി. അത് പറയുന്നത് ചില പ്രത്യേക അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമി അല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ തല്ലാതിരുന്നതാണ്. അല്ലെങ്കിൽ ജയിലിൽ പോയാലും വേണ്ടി അന്ന് ഞാൻ കയറി അടിക്കുകയായിരുന്നു. വേദങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ, വേദങ്ങൾ, അതിന്റെ അപ്പുറത്തേക്ക് പോകണം എന്നാണ് ഗീത പറയുന്നത്. ഭഗവത്ഗീത വേദങ്ങളെക്കാളും വലുതായി. ഇത് പറയുന്നത് കുറിവരച്ച സന്യാസിയാണ്. പാപമാണ്. വേദങ്ങൾക്കപ്പുറം ഒന്നുമില്ല. കാരണം വേദം ഈശ്വരനാണ്, വേദം ഈശ്വരവാണിയാണ്, വേദമാണ് ഈശ്വരവാണി. അപ്പോ അങ്ങനെയുള്ള അപ്പൊ എന്തായി, കുറി വരച്ചാൽ മാത്രം ആസ്തികനാവണമെന്നില്ല. വേദങ്ങളെ ഇകഴ്ത്തുന്നവനും വേദങ്ങളെ നിന്ദിക്കുന്നവനും നാസ്തികനാണ്. ശരി, നാസ്തികമായി മാറി. നിരൗഷധിരസാ ഭൂമി നിവീര്യാജായതേതരാം. ഭൂമിക്ക് ഔഷധ ഗുണമില്ലാതെയായി മാറി, വീര്യമില്ലാതെയായി മാറി. ഭാസ്കരോ ധൂസരാകാരശ്ചന്ദ്രമാ കാന്തിവർജിതഃ. സൂര്യൻ എന്തായി മാറി? ലക്ഷണം കെട്ടവനായി മാറി. അതായത് രൂപം ഗുണങ്ങളൊക്കെ ഇല്ലാതെയായി ഭാസ്കരൻ മാറി, സൂര്യൻ മാറി. ചന്ദ്രനാകട്ടെ ചന്ദ്രന്റെ പ്രഭ, ചന്ദ്രന്റെ കാന്തി ശോഷിച്ചു. നിസ്തേജസ്കോഹവിർഭോക്ത മരുദ്ധൂലീയമാകൃതി. എല്ലാ ഹവിസ്സും സ്വീകരിക്കുന്ന അഗ്നിയുടെയും പ്രഭ കെട്ടു. മരുത്തുക്കളോ പൊടി, അതായത് വായു പൂർണ്ണമായും പൊടികളാൽ, ധൂളികളാൽ നിറഞ്ഞു. ന പ്രസന്നാദിശാം ഭാഗ നഭോ നൈവച നിർമ്മലം. ദിക്കുകളുടെ പ്രഭ ഇല്ലാതെയായി. നഭസ്സാണെങ്കിലോ ആകാശം നിർമ്മലത്വത്തെ കൈവിട്ടു. ദുർബല ദേവതാ സർവ, ദേവതകൾ ദുർബലരായി. വിഭാന്യന്യാദൃശ ഇവ വിനഷ്ടപ്രായമേവാസി ത്രൈലോക്യം സചരാചരം. അപ്പോ സമസ്ത ലോകങ്ങളിലും എന്തായി? ശ്രീകെട്ട് നിശ്രീകരായി മാറി. എല്ലാ ലോകങ്ങളും എന്താണ്? 3 ലോകത്തിലെ ത്രിലോകവാസികളും എന്താ? ഇതിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും ഇല്ലാത്തവരായി മാറി. ഇന്ദ്രൻ നിശ്രീകനായപ്പോൾ സംഭവിച്ചതാണ്. ഓരോന്നും ഇത് ഒന്നും കൂടി വിസ്തരിച്ച് ഞാൻ ഒരു പക്ഷെ പറയാം കേട്ടോ. കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും സാധനയുമായി ബന്ധമുള്ളതാണ്. അതിന് കുറച്ചുകൂടി സമയം വേണം. ഇന്നിപ്പോ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നാളെ ഇതിൽ പറഞ്ഞിരിക്കുന്ന 1-2 ചില കാര്യങ്ങൾ കൂടി വിസ്തരിച്ചൊന്ന് പറയാനുണ്ട്. കാരണം യോഗവിദ്യ ആയതുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മ സാധനയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ ഇതിലുണ്ട്, ചില രഹസ്യങ്ങൾ ഇതിലുണ്ട്. അത് നമുക്ക് നോക്കാം. തൽക്കാലം ഇത് എത്രാമത്തെ ശ്ലോകം? അടുത്തത് 31. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാനടുത്ത് ഹൈഗ്രീവിന്റെ വാക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം തോന്നുന്നു. പിന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ട് എങ്കിൽ നാളെ ഭഗവതി ജനിക്കും. ലളിതോപാഖ്യാനത്തിൽ ഭഗവതി ജനിക്കാൻ പോവുകയാണ്. അത് നാളെ തന്നെ ആവട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന. അപ്പോ അതിനുവേണ്ടി ഭഗവതിയെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് അധികം നിങ്ങൾ ക്ഷമിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഭഗവതി നാളെ ജനിക്കട്ടെ. തൽക്കാലം നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. പിന്നെ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച ഒരു കാര്യത്തെ കൂടി ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്. അതായത് സിന്ധൂരാരുണ വിഗ്രഹം എന്ന ഒരു ശ്ലോകഭാഗം ഇവിടെ നമ്മൾ ചൊല്ലി പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ പലർക്കും ഒക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ സാമാന്യമായ അർത്ഥം പറഞ്ഞു, അതിന്റെ ചിത്രവും വെച്ച് അല്ലെങ്കിൽ ആ രൂപം വെച്ച് അതിന്റെ അർത്ഥം പറയണ്ടായി. അപ്പോ അതിന്റെ ഒരു സൂക്ഷ്മാർത്ഥത്തിൽ ചില ഭാഗങ്ങൾ ഒന്ന് പറയാം, നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ധ്യാനിക്കാനുള്ളതാണ്. അതോ നിങ്ങൾക്ക് നല്ലതുപോലെ വിചാരം ചെയ്യാൻ. കാരണം ഞാൻ നിങ്ങളൊക്കെ ലളിതാ സഹസ്രനാമത്തിന്റെ ഭക്തന്മാരാണ്, അതുകൊണ്ട് ഇത് നന്നായിട്ട് നിങ്ങൾ വിചാരം ചെയ്യണം. ശരി, ഇവിടെ ആദ്യത്തെ ഭാഗം സിന്ധൂരാരുണ വിഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ
ഇവിടെ ചുവപ്പ് നിറം, അതായത് സിന്ദൂരവും അരുണവും ചേർന്നിട്ടുള്ള ചുവപ്പ് നിറം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനൊക്കെ ഈ നിറം? അത് വിമർശ ശക്തിയാന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഓർമ്മ ഉണ്ടാവും വിചാരിക്കണോ? ഇല്ലേ? എന്ത് വിമർശം? ഓർമ്മയുണ്ടല്ലോ, പ്രകാശമെന്നും വിമർശമെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കരുത്. അതില് ഇത് വിമർശ ശക്തി സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ നിറത്തിന്റെ പ്രത്യേകത, അതായത് കുണ്ടലിനി ശക്തി അഥവാ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി സഹസ്രാരത്തിലേക്ക്, അഥവാ പതിയെ പതിയെ മുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തിന്റെ പ്രഭയാണ് ഇവിടെ സിന്ധൂരാരുണം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവതിയുടെ അത് പറയുമ്പോൾ തന്നെ വല്ലാത്ത സുഖം. അതായത് ഭഗവതി എന്ന് പറയുന്ന ആ തത്വം അല്ലെങ്കിൽ ആ ശക്തി ഒരു വ്യക്തിയുടെ എന്റെയും നിങ്ങളുടെയും മൂലാധാരത്തിൽ നിന്ന് പതിയെ മുകളിലേക്ക് ഉയരുമ്പോൾ അതിനുണ്ടാവുന്ന ആ ആനന്ദഭാവത്തെയാണ് ഒരു സിന്ദൂരാരുണം എന്ന് പറയുന്നത്. നീ ഒരു ലൗകികമായ ഒരു വിഷയം പറയാം. കാമുകൻ കാമുകിയുടെ കവിള് തൊടുമ്പോൾ കവി പറയാറില്ലേ, കാമുകിയുടെ കവിള് ചുവന്ന് തൊടുത്തു എന്ന്? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ നോവലും വായിക്കാറില്ലേ? ശരി. അപ്പോ ചുവന്ന് തൊടുത്തു എന്ന് പറയാറുണ്ട്. ഈ മൂലാധാരത്തിൽ ഇരിക്കുന്ന ഭഗവതി ആരെ കാണാൻ അത്ര സ്പീഡിൽ മോളിക്ക് പോണത്? കാമുകനെ കാണാനാണോ പോണത്? ശിവനെ ആണല്ലോ. അപ്പൊ ശിവന്റെ അടുത്ത് എത്തുമ്പോ തന്നെ ആ ഭഗവതിയിൽ നാണം കൊണ്ട് ഭഗവതിയുടെ കവിള് തൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കവിള് രക്തച്ചവി വന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭാവാത്മകമായോ? ആ ഭാവന കൃത്യമായോ? മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യണം. ഭവാനി ഭാവനാഗമ്യ എന്നാണ് സഹസ്രനാമം പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഭാവനയുള്ളവരിൽ നല്ലതുപോലെ വിളങ്ങുന്നവളെ ഭഗവതി എന്നാണ് സഹസ്രനാമം പറയുന്നത്. അല്ലാണ്ട് ഇടിക്കുറ്റിമാരി ഇരിക്കരുത്, ഭാവനയൊക്കെ വേണം. ശരി. അപ്പോ അതാണ് സിന്ദൂരാരുണം എന്ന് പറയുന്ന ഒരു ഭാഗം. രണ്ട്, നമ്മള് മാണിക്യമൗലി എന്ന് പറഞ്ഞു, ആ താരനായക ശേഖരൻ എന്ന് പറഞ്ഞു. അത് പിന്നെ വിശദീകരിച്ചാണ്. അതായത് ചന്ദ്രൻ എന്ന് പറഞ്ഞു, അതായത് അമൃത കിരണങ്ങളാണ് ആ ചന്ദ്രന്റെ പ്രത്യേകത. അമൃത കിരണങ്ങളാണ് ആ ചന്ദ്രന്റെ പ്രത്യേകത. അപ്പോ താരനായക ശേഖരം അത് പറയണം. മാണിക്യമൗലി, അതുപോലെ തന്നെ ഈ ബ്രഹ്മാനന്ദമാത്തിന്റെ ഐശ്വര്യം കടവ കിട്ടൂലെ, ബ്രഹ്മാനന്ദത്തിന്റെ ഐശ്വര്യം ആണ് ഈ കിരീടം, അതായത് രത്ന കിരീടം ബ്രഹ്മാനന്ദത്തിന്റെ ഐശ്വര്യമാണ്. അങ്ങനെ ഉണ്ടല്ലേ? നമ്മൾ പറയില്ലേ, ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞിട്ടോ അറിയില്ല. അപ്പോ ആദ്യമായിട്ട് സഹസ്രനാമൊക്കെ ജപിക്കുന്ന, ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കുന്ന ഒരു വ്യക്തി പ്രത്യേക സാധനങ്ങളൊന്നുമില്ല, ഇവിടുത്തെ ഒരു ഉപദേശം കിട്ടി സഹസ്രനാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് ഒരു 40 ദിവസമൊക്കെ മുടങ്ങാണ്ട് ജപിച്ചെന്ന് ഇരിക്കുക. 42ാമത് ദിവസം അത്രയും കാലം നിങ്ങളെ കാണാതെ ഒരു ബന്ധു വന്നാൽ നിങ്ങൾ ചോദിക്കും, അല്ലേ എഴുത്തി, എന്താ എഴുത്തിന്റെ മുഖത്ത് എന്തൊരു മാറ്റം? ഒരു സംശയം വേണ്ട, മനസ്സിലായി? അതാ ആ ഈശ്വരിയാകുന്ന ശുദ്ധി നമ്മിലേക്ക് വരുമ്പോൾ നമ്മളുണ്ടാകും അടിഞ്ഞുകൂടിയുന്ന അശുദ്ധി പതിയെ പതിയെ നമ്മളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന തേജസ്സാണ് മാണിക്യമൗലി. മനസ്സിലാവും? കിരീടം, ഭഗവതിയുടെ കിരീടം എന്താണ്? ഈ ഭഗവതിയുടെ കിരീടമൊക്കെ എന്റെ നിങ്ങളുടെ മുഖത്തൊക്കെ കാണണം. ഒരു ശ്രീയിലൊരു അശ്രീകരം എന്ന് പറയിപ്പിക്കരുത് ആരെ കൊണ്ടും. മനസ്സിലായി? ശരി. മാണിക്യമൗലി സ്മിതമുഖിയും ആപീന വക്ഷോരുഭാം എന്ന് പറഞ്ഞു. അതായത് അത് ഞാൻ പറഞ്ഞു, അതായത് സ്മിതമുഖി എന്ന് പറഞ്ഞാണെങ്കിൽ മന്ദഹാസം, സൃഷ്ടിയുടെ, അതായത് സൃഷ്ടിയുടെ ആനന്ദം. ഈശ്വരി എന്തിനാ സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ ഭഗവതി എന്തിനാ ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത്? നമ്മളെ ഉപദ്രവിക്കാനല്ലാണ്ടത്, അത് കണ്ടുകണ്ട് രസിക്കാനല്ലാണ്ട്. ഇന്നാണ് നമ്മളെ പോലുള്ള അല്പന്മാര് പറയാ. യോഗികൾ എന്താ പറയണത്? ഭഗവതിയുടെ ആനന്ദമാണ് സൃഷ്ടി, അല്ലെ? അപ്പൊ സൃഷ്ടിയാകുന്ന ആനന്ദമാണ് ഭഗവതിയുടെ മുഖത്തുണ്ടാകുന്ന, ഭഗവതിയെ സുന്ദരിയാക്കുന്നതോ അല്ലെങ്കിൽ ഭഗവതിയെ ചിരിപ്പിക്കുന്നതോ. ഭഗവതി മന്ദസ്മിതം തൂകുന്നത് ഈ സൃഷ്ടിയാകുന്ന ആനന്ദത്തെ കാണുമ്പോഴാണ്. എന്നിട്ട് പറയാണ് ആപീന വക്ഷോരുഹ. അത് പറഞ്ഞു. എന്താണ് ഭഗവതിയുടെ മാരടം എന്ന് പറഞ്ഞു? അതായത് സർവചരാചരങ്ങളെയും പോഷിപ്പിക്കുന്നവളാണ് എന്നർത്ഥത്തിൽ ഭഗവതിയുടെ മാതൃത്വം, അമ്മ എന്ന് പറഞ്ഞല്ലോ, അല്ലെ? ഭഗവതിയുടെ മാരടം അമ്മയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാണിഭ്യാം അളിപൂർണ രത്നചഷകം. അളിപൂർണം, അളിക്ക് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ബ്രഹ്മാനന്ദ രസം എന്ന് പറഞ്ഞ പാത്രമാണെന്ന് പറഞ്ഞു. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നിട്ടാണ് ഞാൻ റീവിസിറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞ ഭാഗങ്ങളെ.
അതുപോലെ തന്നെ ഭഗവതിയുടെ കയ്യിലുള്ള ചുവന്ന താമര. ചുവന്ന താമര എന്താ പറഞ്ഞാൽ എന്റെ ഹൃദയം, ഹൃത് പുണ്ടരീകം എന്നൊരു വാക്കുണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഹൃദയകമലം അല്ലെങ്കിൽ ഹൃത് പുണ്ടരീകം, ഹൃദയ ഹൃദയമാകുന്ന താമര. അത് ആരുടെ കയ്യിലാ? ഈശ്വരയുടെ കയ്യിലാണ്. അതിന് ഒരു ഭാവം കൂടിയുണ്ട്. ഈ ഹൃത് പുണ്ടരീകം, ഹൃദയ പുണ്ടരീകം എന്നൊക്കെ പറയുന്നതിന് ഹയർ കോൺഷ്യസ് ലെവൽ എന്നൊക്കെ ആചാര്യന്മാർ അതിന് പറയാറുണ്ട്. ഉയർന്ന ബോധമാണ്, ഹയർ കോൺഷ്യസ്നെസിന്റെ ഉയർന്ന തലമാണ് ഈ വിടർന്ന താമര കാണിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ആധ്യാത്മിക സ്ഥാപനങ്ങളുടെയൊക്കെ ചിഹ്നത്തിൽ വിടർന്ന താമര കണ്ടിട്ടുണ്ട്, ഇല്ലേ? പ്രത്യേകിച്ച് അരവിന്ദ മഹർഷിയെ പോലുള്ള മഹാഗുരുക്കന്മാരൊക്കെ താമരയുമായിട്ട് എന്താ അവർക്ക് ബന്ധം? താമര കച്ചവടക്കാരായിരുന്നു? ഒന്നുമല്ല. ആ ബോധത്തിന്റെ ഉയർന്ന തലത്തെ കാണിക്കാൻ വേറൊരു ഒരു എന്താ പ്രതീകമില്ലാത്തത് കൊണ്ടാണ് ആ താമരയെ കാണിക്കുന്നത്. അപ്പോ വിടർന്ന താമര എന്താണെന്ന് പറഞ്ഞത്? ബോധത്തിന്റെ ഉയർന്ന തലം. എന്നൊരാളെ ചോദിച്ചിരുന്നു, എന്താണ് ഈ രത്നഘടം, എന്താണ്, എന്തിനാ അതിപ്പോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതായത് രക്തചരണം എന്ന് പറഞ്ഞു, അതായത് എന്താണ് ഭഗവതിയുടെ ചുവന്ന പാദം എന്ന് പറഞ്ഞു. രത്നഘടം എന്ന് പറഞ്ഞത് അതായത് രത്നം പതിച്ച അല്ലെങ്കിൽ രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയ കുടത്തിലാണ് ഭഗവതിയുടെ പാദമൂന്നുന്നത്, അല്ലെ? ഭഗവതിയുടെ പാദമൂന്ന്. ഭഗവതി മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്. മൂലാധാരത്തിലിരിക്കുന്ന ഭഗവതി തെക്കോട്ടോ വടക്കോട്ടോ ആണോ, എവിടെ മുകളിലേക്കാണോ പോണത്? ഭഗവതി തെക്കോട്ടാണോ പോണത് അതോ വടക്കോട്ടോ? മുകളിലേക്കാണ്, അല്ലെ? അപ്പോൾ ഭഗവതി പാദം മൂന്നുന്നത് എവിടെയാണ്? എല്ലാ രത്നങ്ങളുടെയും നിധിയായ മൂലാധാരം എന്ന് പറയുന്ന രത്നഘടത്തിലാണ് ഭഗവതിയുടെ പാദമൂന്നുന്നത്. അപ്പോ ഈ രത്നക്കുടം പുറത്തേടിയല്ല എന്ന് മനസ്സിലായി. ഭഗവതിയുടെ പാദം, ഭഗവതി ഊന്നിയിട്ടുള്ളത് ഒരു സാധകന്റെ മൂലാധാരമായ രത്നകുംഭത്തിലാണ് ഭഗവതി പാദം ഊന്നിയിട്ടുള്ളത്. അവിടുന്നാണ് ഭഗവതി മുകളിലേക്ക് യാത്രയാകുന്നത്. സൂക്ഷ്മാർത്ഥം തോന്നുന്നുണ്ടോ? ശരി, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട്. സമയം വല്ലാണ്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളത്തെ കൊണ്ട് ഈ സിന്ദൂരാരണ വിഗ്രഹം എന്നുള്ളതിന്റെ സൂക്ഷ്മാർത്ഥം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. വാക്കൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല, ഒക്കെ നിർത്തി. അപ്പോ തൽക്കാലം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലതുപോലെ ശ്രദ്ധാഭക്തി സമന്വിതരായി ലളിതാ സഹസ്രനാമത്തെ അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് നോക്കൂ, ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി കഥാഭാഗങ്ങളാണ്, ഈ വരുന്ന മുഴുവൻ കഥാഭാഗങ്ങളാണോ. കഥ 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 കഥ. അതിനുശേഷം കഥ ഒരു ഭാഗത്ത് അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, അതായത് ഭഗവതി ഉണ്ടാവുന്നതിന് മുൻപുള്ള അവസ്ഥ പറഞ്ഞു. ഇനി ഭഗവതി ഉണ്ടാവാൻ പോവാണ്, ജനിക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഭഗവതിയുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ നമുക്ക് സന്തോഷമാവും. അടുത്ത ചോദ്യം, ഭഗവതിയുടെ കഥയൊക്കെ കേട്ടു, എങ്ങനെയാണ് ആ ഭഗവതിയെ അനുഭവിക്കേണ്ടത്? എങ്ങനെയാണ്? അതിനുള്ള വഴിയാണ് അവസാന ഭാഗം. ആദ്യം ലക്ഷ്യം പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം ഇത് ഏതിന് ലക്ഷ്യം എന്നറിയോ? പതഞ്ജല യോഗദർശനത്തിൽ ഇങ്ങനെയാണ് 4 ഭാഗമുള്ള. ആദ്യം സമാധി ലക്ഷ്യം, അതിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ സാധന, അതിനെങ്ങനെയാ പ്രാപിക്കുക? അത് പ്രാപിച്ചാൽ എന്താ ഫലം? വിഭൂതി. പ്രാപിച്ചാലുള്ള അവസ്ഥയിൽ കൈവല്യം. ഇങ്ങനെ 4 പാദങ്ങളാണ്. അത് തന്നെയാ ഇപ്പൊ ഈ ലളിതവാഖ്യാനം. അത് ക്രമമായിട്ട് നല്ല ക്ഷമയോട് കൂടി ഇരുന്നാലേ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ എത്തുള്ളൂ അർത്ഥം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ടക്കടക്കടക്കടന്ന് കൊഞ്ഞു പോകും. എനിക്ക് വിരോധമൊന്നുമില്ല, ഈശ്വരയുടെ തെരഞ്ഞെടുപ്പാണ്, ഞാൻ പറയുന്ന ആളല്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ മൂകാംബികായി. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാം.